പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതൊന്ന് പറയാൻ കഴിയുമോ? എൻ്റെ കാതിൽ കേട്ടതെല്ലാം എൻ്റെ കണ്ണത് കണ്ടിടുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട ദൂതുകൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ, കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ട വാഗ്ദത്തങ്ങൾ എന്താ നിറവേറാഞ്ഞെന്ന് ഹല്ലേലൂയ സംശയമുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് അതെല്ലാം കാണാൻ പോകുന്നൊരു ദിനമാണ്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിച്ചുകൊണ്ട് ഒന്നും കൂടി ഒന്ന് പാടാൻ കഴിയുമോ? എൻ്റെ കാതിൽ കേട്ടതെല്ലാം പ്രൈസ് ദി ലോർഡ്. അത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് പാസ്റ്റർമാരുടെ കൂടെ ആയിരിക്കും കേട്ടത്, ദൂതുകളിൽ കൂടെ ആയിരിക്കും കേട്ടത്. പ്രൈസ് ദി ലോർഡ്. അത് ഏതെങ്കിലും രീതിയിൽ കൂടെ ആയിരിക്കും കേട്ടത്. ചിലപ്പം യാദൃശികമായി ഹല്ലേലൂയ അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും മീറ്റിംഗിൽ നിന്നായിരിക്കും കേട്ടത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് മനസ്സിൽ അത് ഓർമ്മയുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് അതൊന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടെന്ന് പറ, അതിൽ ഞാൻ എൻ്റെ കണ്ണാൽ കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ, എൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ, ഇന്നേ വരെ നിറവേറാഞ്ഞ വാഗ്ദത്തങ്ങൾ എൻ്റെ കർത്താവ് ഇന്ന് എനിക്ക് നിറവേറ്റി തരാൻ പോവുകയാണ്. അത് ഞാൻ എൻ്റെ കണ്ണാൽ കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കേട്ട ദൂതുകളെല്ലാം, ഞാൻ കേട്ട ദർശനങ്ങളെല്ലാം, ഞാൻ കണ്ട ദർശനങ്ങളെല്ലാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഒരു യോസഫിന്റെ ഹല്ലേലൂയ ജീവിതം പോലെ അവൻ കണ്ട സ്വപ്നങ്ങളെ പിടിച്ചു നിന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് അവന്റെ മുന്നിൽ വന്ന ഹല്ലേലൂയ പൊട്ടക്കിണറ്റ് അവനത് സാരമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ് അവന്റെ മുന്നിൽ വന്ന പ്രതിസന്ധികൾ അവന് സാരമില്ലായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ കേട്ട ദർശനങ്ങളെ ഹല്ലേലൂയ പിടിച്ചുകൊണ്ട്, കേട്ട ദൂതുകളെ പിടിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്ന് പറയാൻ കഴിയുമോ? എൻ്റെ കാതിൽ കേട്ടതെല്ലാം എൻ്റെ കണ്ണാൽ ഞാനത് കണ്ടിടാൻ പോവുകയാണ്. ഓ ശവരചരേരിയ ഉദരനറബൽ പ്രൗഢമാനവ റിഖമാന വൈഡന ശാന്തരേ. ഓ എൻ്റെ കാതിൽ കേട്ടതെല്ലാം എൻ്റെ കണ്ണു കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ലേ, പുകഴുവാനൊന്നുമില്ലേ. മഹത്വം എൻ യേശുവിന്, മഹത്വം എൻ യേശുവിന്. എൻ്റെ കാതിൽ കേട്ടതല്ല, എൻ്റെ കാതിൽ കേട്ടതല്ല, എൻ്റെ കണ്ണു കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ലേ, മഹത്വം എൻ യേശു. അതുകൊണ്ട് വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. യേശു എന്നിൽ വന്നതിനാ ഭയമില്ല തെല്ലുമേ. യേശു എന്നിൽ വന്നതിനാ ഭയമില്ല എനിക്കുതല്ലോ. അഭിഷേകം തന്നതിനാ ജയത്തോടെ നടത്തിയിടുമേ. യേശു എന്നിൽ വന്നതിനാൽ, യേശു എന്നിൽ വന്നതിനാൽ ഭയമില്ല എനിക്കുതല്ലോ. അഭിഷേകം ലഭിച്ചവരെല്ലാരും അഭിഷേകം തന്നതിനാൽ ജയത്തോടെ നടത്തിയിടുമേ. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. അപ്പാ വർണ്ണിച്ചിടാൻ വാക്കുപോരായേ,
പോലെ ഇറങ്ങണമേ. മറ്റൊന്നും കാണുന്നില്ലേ, ഞാൻ ശോഭയേറും മുഖം കാണുന്നേ. സാന്നിധ്യം ഞാൻ വാഞ്ചിക്കുന്നേ, സാന്നിധ്യം ഞാൻ വാഞ്ചിക്കുന്നേ. മേഘം പോലെ പകൽക്കാലം ഒന്ന് പറയാമോ, മേഘം പോലെ ഇറങ്ങണമേ. മറ്റൊന്നും കാണുന്നില്ലേ, ഞാൻ ശോഭയേറും മുഖം കാണുന്നേ. ഒരിക്കൽ കൂടി സാന്നിധ്യം, സാന്നിധ്യം ഞാൻ വാഞ്ചിക്കുന്നേ. മേഘം പോലെ ഇറങ്ങണമേ. മറ്റൊന്നും കാണുന്നില്ലേ, മറ്റൊന്നും കാണുന്നില്ലേ, ഞാൻ ശോഭയേറും മുഖം കാണുന്നേ. അതുകൊണ്ട് വർണ്ണിച്ചിടാൻ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ആഴമാർന്ന സ്നേഹമേ, ആഴമാർന്ന സ്നേഹമേ, യേശു നൽകി നടത്തിയിടുന്നു. അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. സ്നേഹമേ, യേശു നൽകി നടത്തിയിടുന്നു എന്ന് പറയാമോ? അപ്പാ, അളവില്ല ദാനത്തെ എനിക്ക് നൽകി എന്നെ ഒന്ന് മാനിക്കണമേ അപ്പാ. അളവില്ല ദാനത്തെ എന്നെ ഒന്ന് മാനിക്കണമേ അപ്പാ. ഓ ആമേൻ. അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കൂ. ചേർന്ന് പാടാമോ? വർണ്ണിച്ചിടാൻ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ. ഓ, കഴിയുമെങ്കിൽ ആ വീഡിയോ എല്ലാം ഓണാക്കി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര മഹത്വമേറിയ ഒരു ദിനമാണിത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാമോ? ഉടരവനശബ്ദരേ അപ്പാ, വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോലെ കർത്താവേ, എന്റെ അനുഭവങ്ങളെ കർത്താവേ, അത് പറഞ്ഞു തീർക്കാൻ എന്റെ നാവ് പോരാ. എന്റെ കർത്താവ്, എന്റെ അപ്പൻ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതോർത്താൽ അത് എന്റെ നാവുകളിൽ എത്ര പറഞ്ഞാലും മതി തീരാത്തവണ്ണം ഒന്ന് വർണ്ണിക്കാൻ കഴിയുമോ? ഓ ശരണം തരേ, ശരണം തരേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ. ഓ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരാ. ശരണം തരേ, റിമനരമ ശബ്ദലരതേയ, ഓ റിമനം ശവരം തരദേ, ഉടരമന ശബ്ദലര, ഓ റികമനരവൽ പ്രൗഢമാനവ. അപ്പാ, എത്ര വർണ്ണിച്ചാലും മതി തീരത്തില്ലപ്പാ. എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകി തന്നതോർത്ത് ഓ വർണ്ണിച്ചാൽ മതി തീരത്തില്ല കർത്താവേ. ആഴമാർന്ന സ്നേഹമപ്പാ എനിക്ക് വേണ്ടി നൽകി തന്ന് ഓ ചേറ്റിലല്ലയോ കിടന്നതോർത്ത് നോക്കിയാൽ നാറ്റം ഭവിച്ച എന്റെ നിങ്ങളുടെ ജീവിതത്തെ ഓ മാറ്റിയല്ലോ. എൻ ജീവിതത്തെ ഹല്ലേലൂയ മനുഷ്യ പോലും കണ്ടാൽ ഹല്ലേലൂയ മാറ്റം വരുത്തത്തക്കവണ്ണം എന്റെ ജീവിതത്തെ അങ്ങ് മാറ്റിയല്ലപ്പാ. ഓ റിവന ശബ്ദലറിയ, ഓ റിഗനരവൽ പ്രൗഢമാനവ,
അപ്പാ എന്റെ ജീവിതത്തെ അങ്ങ് മാറ്റി മറിച്ചതിനെ ഓർത്ത്, എന്റെ ജീവിതത്തെ അങ്ങ് മാറ്റിയതിനോർത്ത്, ഒരു പൂ പോലെ വാടുന്ന ഈ ജീവിതത്തെ എന്റെ കർത്താവ് മൃദുലമാക്കി തീർത്താൽ, ശാന്തരേ അതിനെ ഹല്ലേലൂയ, അപ്പൻ ഹല്ലേലൂയ നടത്തിയതിനാൽ, ഹല്ലേലൂയ അതിനെ മാനിച്ചതോർത്ത്, ഒരുമിച്ചൊന്ന് ചേർന്ന് പാടാമോ? വർണ്ണിച്ചിടാ, വാക്കുപോരായേ, വർണ്ണിച്ചിടാ നാവ് പോരായേ, ശബരചരരേ വർണ്ണിച്ചിടാ വാക്കുപോരായേ, വർണ്ണിച്ചിടാ നാവ് പോരായേ, വർണ്ണിച്ചിടാ വാക്കുപോരായേ, വർണ്ണിച്ചിടാ നാവ് പോരായേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു, അളവില്ലാത്ത ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ആ കരങ്ങളെയെല്ലാം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. അപ്പാ എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകി തന്നതിനെ ഓർത്ത്, എന്റെ ജീവിതത്തിൽ അപ്പൻ എനിക്ക് നൽകിയ ദിവസത്തെ ഓർത്ത്, എനിക്ക് നൽകി ഈ പ്രത്യാശയെ ഓർത്ത്, അല്ലയോ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവരിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. ആ പ്രത്യാശയോടെ ഒന്ന് പറയാൻ കഴിയുമപ്പ, വർണ്ണിച്ചിടാൻ വാക്കു പോരാപ്പ, വർണ്ണിച്ചിടാൻ നാവ് പോരാപ്പ. അളവില്ല സ്നേഹത്തെ എനിക്ക് നൽകി തന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്തു. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഒന്ന് പറയാൻ കഴിയുമോ? അപ്പൻ മാത്രം മതി കർത്താവേ എന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ആരുടെ എല്ലാം സ്നേഹം എനിക്ക് ലഭിച്ചാലും അപ്പാ അങ്ങയുടെ സ്നേഹത്തെ, അങ്ങയുടെ ആഴമാർന്ന സ്നേഹം എനിക്ക് നൽകി തന്നതിന് എനിക്കത് മതി കർത്താവേ, എനിക്ക് മതി കർത്താവേ. ആ ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തവും എനിക്കല്ലേ നൽകിയത്. അപ്പ എന്റെ പാപത്തിന് വേണ്ടി, അപ്പ എന്റെ പാപത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടി, എന്റെ രോഗത്തിന് വേണ്ടി കർത്താവേ, അപ്പൻ എനിക്ക് അവസാനത്തുള്ളി രക്തം നൽകി, എനിക്കത് മതി കർത്താവേ. ഇന്ന് പകൽക്കാലം അതൊന്ന് പറയാൻ കഴിയും. അപ്പാ എന്റെ ഹൃദയത്തിലുള്ള കർത്താവേ സകലതിനെയും, എന്റെ ഹൃദയത്തിനെ മുഴുവനായി, എന്റെ ശരീരത്തെ മുഴുവനായി ഞാൻ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. ശമരരാം തേലിയ വർണ്ണിച്ചിടാൻ എനിക്ക് നാവ് പോരാപ്പാ. അപ്പാ ഹല്ലേലൂയ. നീ മാത്രം മതി കർത്താവേ, അപ്പൻ മാത്രം എനിക്ക് മതി കർത്താവേ. അപ്പാ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നാലും അപ്പാ അങ്ങ് മാത്രം എനിക്ക് മതി കർത്താവേ, അപ്പൻ മാത്രം എനിക്ക് മതി കർത്താവേ.
അപ്പാ എന്നിലുള്ള കർത്താവേ, ആ ദൈവ സാന്നിധ്യം കർത്താവേ, വീണ്ടും വീണ്ടും കർത്താവേ എന്നിൽ അതൊന്ന് ജ്വലിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അപ്പാ എന്നെ ഒന്ന് കർത്താവേ ഉപയോഗിക്കണമേ അപ്പാ, എന്നിൽ കൂടെ അങ്ങനെ സാന്നിധ്യം വെളിപ്പെടണമേ അപ്പാ. ഓ ശരരാത്രി യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് അധിപതിയായ കർത്താവിനെ ഇന്ന് പകൽക്കാലം നമുക്ക് പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മളെ നടത്തിയ കർത്താവിനെ, ഇത്രത്തോളം നമ്മളെ വഴി നടത്തിയ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. തന്നുയിരെ പാപികൾക്കായി തന്നവനാം നീനിയും, ഹല്ലേലൂയ. തള്ളിടുമോ ഏഴെ എന്നെ, ഹല്ലേലൂയ. തീരുമോ നിൻ സ്നേഹമെന്നിൽ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ എല്ലാം തട്ടി നമുക്ക് കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പേരും നദിയേ, അനുദിനം നീ പാദം കേതിയേ, അടിയാനു നിൻ കൃപ മതിയേ, അനുദിനം നീ പാദം കേതിയേ, അടിയാനു നിൻ കൃപ. തന്നുയിരേ തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയോ, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീ. തള്ളിടുമോ തള്ളിടുമോ ഏഴ എന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ. ആമേ. തള്ളിടുമോ ഏഴ എന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ. ആമേൻ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പേരും നദിയേ. ആമേ. തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല, തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല. ആമേൻ. മക്കളെങ്കിൽ ശാസനകൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. ആമേൻ. മക്കളെങ്കിൽ ശാസനകൾ, സ്നേഹത്തിൻ പ്രകാശ. അനുഗ്രഹത്തിൻ അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പേരുന്ന പാരിടമാം പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. ആമേ. പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ.
ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യമേടുകളിൽ കാരം പിടിച്ചു എന്നെ നടത്തിയതാ കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തി വൈഷമ്യമേടുകളിൽ കാരം പിടിച്ചു എന്നെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത നന്മകൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത കൃപകൾ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ എന്നും കൂടി ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല ഹല്ലേലൂയ അപ്പന്റെ ദയൊന്നു മാത്രമാണ് അല്ലപ്പന്റെ ദയൊന്നു മാത്രമാണ് നെഞ്ചത്തോളം നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുമ്പോൾ കഴുകൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കുമ്പോൾ ഹല്ലേലൂയ എണ്ണിയാൽ തീരാത്ത എത്ര പറഞ്ഞാലും മതിവരാത്ത നന്മകൾ എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന ആ കർത്താവിനെ ഹല്ലേലൂയ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല സ്വർഗ്ഗീയ പിതാവേ, നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ ശക്തിയാലല്ല ഞങ്ങളുടെ ബലത്താലല്ല പ്രൈസ് ദി ലോർഡ് പുകഴുവാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല കർത്താവേ. അപ്പൻ്റെ കൃപയൊന്നു മാത്രമാണല്ലോ ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അല്പനേരം ഹല്ലേലൂയ പാടി ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. നിരന്തരം അപ്പനെ സ്തുതിക്കുവാൻ, നിരന്തരം അങ്ങേ ആരാധിക്കുവാൻ, നിരന്തരം അങ്ങേ വാഴ്ത്തിടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. അപ്പൻ്റെ അളവില്ലാത്ത സ്നേഹത്തെ ഓർത്ത്, ആഴമാർന്ന സ്നേഹത്തെ ഓർത്ത് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ കേട്ടതെല്ലാം ഹല്ലേലൂയ കണ്ണാൽ കാണുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപേ കർത്താവേ ചില വിടുതലുകളെ ലഭിക്കുവാൻ, പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മേൽ മറുപടി ലഭിക്കുവാൻ ഹല്ലേലൂയ അത് ഞങ്ങളുടെ കണ്ണാൽ കാണുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. അപ്പന്റെ കരങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സർവമാനവമോത്തോപന് യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ അവസരം നൽകിയ സൂസൻ ആന്റിയോടുള്ള നന്ദിയെ പറയുന്നു. സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിനോടുള്ള നന്ദിയെ പറയുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മള് പാട്ട് പാടുമല്ലായിരുന്നു, ശരിക്കും ഒരു ശുശ്രൂഷ, പരിശുദ്ധാത്മാവിൽ ഒരു ശുശ്രൂഷ ചെയ്യുമായിരുന്നു കുഞ്ഞുങ്ങള്. എത്രത്തോളം കർത്താവ് സഹായിച്ചവൻ കൃപകൾക്കായി സ്തോത്രം. എത്ര പേര് ദൈവസാന്നിധ്യം അനുഭവിച്ചു എന്നെനിക്കറിയില്ല. എന്നാൽ വാസ്തവമായി ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാൻ കർത്താവ് സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നതിലും വലിയ സന്തോഷം എനിക്കില്ല എന്ന സ്തോത്രം നമ്മൾക്ക് ഓരോ മാതാക്കൾക്കും പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കാതിൽ കേട്ടതൊക്കെ, കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട ദൂതുകളൊക്കെ, വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ അത് കാണുവാൻ, അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു പക്ഷേ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഇനി അതെങ്ങനെ നടക്കും, ഇനി നടക്കില്ല എന്നല്ല, നമ്മളത് കേൾക്കുവാൻ നമ്മളത് കാണുവാൻ പോകുന്നതിനാൽ, അത് അനുഭവിക്കുവാൻ പോകുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അതുപോലെ അപ്പന്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ കൂടുതൽ നമ്മൾക്കൊന്നും വേണ്ട. മോശ പറഞ്ഞതുപോലെ സ്തോത്രം, കർത്താവെ എൻ്റെ അങ്ങേ സാന്നിധ്യം
ഹല്ലേലൂയ തരണമേ എന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഹല്ലേലൂയ സ്തോത്രം തന്റെ സാന്നിധ്യം നൽകി മോശെ അനുഗ്രഹിച്ചതുപോലെ സ്തോത്രം ആ സാന്നിധ്യത്തിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിൽ പാടി ആരാധിക്കുവാൻ പ്രിയഹഗായ് മോനെയും അതുപോലെ ജോയും കർത്താവ് ബലപ്പെടുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. പിന്നെയും കർത്താവ് ശക്തമായി അവരെ ഉപയോഗിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ അന്നമ്മ സ്തോത്രം, അന്നമ്മ റോഡ് ആന്റി ഉണ്ടല്ലോ, പ്രാർത്ഥിക്കാമോ? ഹഗായിയും ജോയെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്നുള്ള വാതിന് സുഷയും ഓർത്ത് പ്രാർത്ഥിച്ചാണ്. അന്നമ്മേന്റി പറ്റുമോ? അന്നമ്മേന്റി പ്രാർത്ഥിച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസനായി ഞങ്ങളുടെ നല്ല സ്വർഗ്ഗപിതാവാം ദൈവമേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്ന, അങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ, വയ്യാറായ സമയത്ത് കർത്താവേ, ഞങ്ങൾ പെൺമക്കളായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്ന കർത്താവേ, ദൈവമേ ദൈവമേ പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. പാടിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. പിന്നെയും ആ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നിലനിർത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് കർത്താവെ ഒരു ആശ്വാസമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഓർത്തും പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരെയൊക്കെയും കർത്താവ് അനുഗ്രഹിച്ച് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാനായിട്ടിരിക്കുന്ന ദേശത്ത് അനേകരെ ആത്മാക്കളെ നേടുവാൻ ദൈവമേ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ വചന ശുശ്രൂഷ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ സ്തോത്രം, സ്തോത്രം. കർത്തദാസിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി കർത്താവെ വചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കർത്താവിന്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നന്ദിയോടങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. എല്ലാ സഹോദരിമാരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നത് എല്ലാവർക്കും അത് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സൂസൻ സിസ്റ്ററെ കുടുംബമായിപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ നന്ദിയോടെ ഞങ്ങളുടെ ശിക്ഷത്തിരിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ എന്റെ കർത്താവ് മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. പിന്നെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ആദ്യം കേട്ടിരിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രാർത്ഥിപ്പാന്റെ ഗുണം പ്രിയ അനമേന്റെ കർത്താവ് ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം വർഷിപ്പിത് സഹായിച്ച പ്രിയ ഹഗായിയെ അതുപോലെ റിജോയോടുള്ള നന്ദി സമയത്ത് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും സിസ്റ്റേഴ്സും കാശുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മളെല്ലാം ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ കൂടി മിഡിൽ ഈസ്റ്റും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഉള്ള അവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളിലെ സഹോദരങ്ങള് ഒക്കെ ഫാമിലി ഒക്കെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. എന്നാൽ കർത്താവ് നമ്മളുടെ സ്തോത്രം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം അതിന്റെ മധ്യമുണ്ട്. അതുകൊണ്ട് അത് കുലുങ്ങി പോവാൻ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് നമ്മളെല്ലാം പരിപാലിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇതിനകത്തൂടൊക്കെ പറയുന്നതിനും എല്ലാത്തിനും നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് അധികം പറയുന്നില്ല, എന്നാൽ വളരെ പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. നമ്മുടെ സങ്കീർത്തനത്തിലുണ്ടല്ലോ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നെഞ്ചിൽ പാർക്കുകയും ചെയ്തതിന് യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. സ്തോത്രം. അതിന്റെ ഇരുട്ടിൽ രാത്രിയിലെ ഭയത്തെയും 5-ാമത്തെ വാക്യം തന്റെ തൂലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ വിശ്വസ്തത അവന്റെ ചിറകിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. സ്തോത്രം. ഇവിടെ ശരിക്കും അത്യുന്നതന്റെ മറവിലായിരിക്കുന്ന ഒരാളിനെ ദൈവം സൂക്ഷിക്കും. ദൈവത്തിന്റെ പരിപാലനം നിശ്ചയമായിട്ടുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിട്ടുണ്ട്. പകൽ രാത്രിയിലെ ഭയത്തെയും ഇരുട്ടിൽ ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെയും രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും. ശരിക്കും പകൽ പറക്കുന്ന അസ്ത്രം ഇപ്പൊ അസ്ത്രം കൊണ്ടുള്ള ആ യുദ്ധങ്ങളൊന്നുമില്ല. അസ്ത്രം ഇപ്പോ അങ്ങനെ ഉപയോഗിക്കാറില്ല. അത് ആദിവാസികളുടെ ഇടയിലൊക്കെ ചിലപ്പോ ഒരുപക്ഷെ കണ്ടേക്കാം, അല്ലെങ്കിൽ മീൻ പിടിക്കാനൊക്കെയാണ്. എന്നാൽ ഇപ്പൊ അസ്ത്രം എന്ന് പറഞ്ഞ അസ്ത്രത്തിന്റെ ഷേപ്പിലാണ് ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുത്തു വിടുന്നത്. അതിന്റെ എല്ലാം അതുപോലെ ഇരിക്കുന്നത്. അപ്പം പകൽ പറക്കുന്ന അസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
അതാണ് പകൽ പറക്കുന്ന അസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ മിസൈലുകളൊക്കെ. എന്നാൽ ഇതിലൊക്കെ ഒന്നും നമ്മൾക്ക് ഭവിക്കാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നു. കാരണം കർത്താവിന്റെ ചിറകടിയിൽ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. സ്തോത്രം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിച്ച സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. കാരണം എന്തോ, കർത്താവ് നമ്മുടെ പരിചയമായി പലകയായി കൂടെയുണ്ട്. സ്തോത്രം. നമ്മൾക്ക് വീണ്ടും ധൈര്യത്തോടെ മുന്നേറാം. ഭയപ്പെടുവാനായിട്ടല്ല, ദൈവം നമ്മൾക്ക് പരിചയമായി. കർത്താവിന്റെ ചിറകടിയിൽ നമ്മളെ സൂക്ഷിക്കുന്നു. അതിനാ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ പാട്ടാണ് സ്തോത്രം പ്രാണപ്രിയ. കഴിഞ്ഞ ആഴ്ചയിൽ ഒത്തിരി ആത്മാവിൽ ബലപ്പെടുവാനിടയായ പാട്ടുപാടി. കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ പരിപാലിക്കുന്നത് പോലെ, അതുപോലെ കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകൻ മീതെ വഹിക്കുന്ന പോലെ. എപ്പോഴാ കോഴി കുഞ്ഞിനെ ഒരു കഴുകനോ ഒരു മറ്റു പക്ഷികളോ പരുന്തോ ആക്രമിക്കാൻ വരുമ്പോഴേക്കും ഇതൊരു ശബ്ദം ഉണ്ടാകും. പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം ആ ചിറകിന്റെ കീഴിലേക്ക് ഓടി കയറുവാനിടയാകും. എന്നാൽ ആ ചിറകിന്റെ കീഴെ കയറുന്ന കുഞ്ഞുങ്ങള് ഒക്കെ സംരക്ഷണമുണ്ട്. അതിന്റെ ചിറകിൽ സംരക്ഷണമുണ്ട്. ആ കോഴി അതിനെ സംരക്ഷിക്കുവാനിടയാകും. എന്നാൽ അതിന്റെ മണ്ടേ കയറി നിൽക്കുന്നതിന് പരുന്ത് കൊണ്ടുപോകാനിടയായി തീരും. അതുപോലെ തന്നെയാണ് കഴുകൻ. സ്വന്തം കുഞ്ഞിനെ കൊത്തി താഴേക്കിടും. എന്തിനാ? അതിനെ പറക്ക പഠിപ്പിക്കുവാൻ. അപ്പൊ കർത്താവ് നമ്മളെ ആ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായി അങ്ങനെ കടത്തി വിട്ടേക്കാം. എന്നാൽ നമ്മൾ നിലംപരിചാകാതെ വണ്ണം ആ താഴെ പഠിക്കുന്നതിന് മുമ്പ് കഴുകൻ പറന്നു വന്ന് അതിന്റെ ചിറകിന്റെ ഇങ്ങനെ വിടർത്തി ആ ചിറകിന്റെ മേളിലോട്ട് ആ കുഞ്ഞിനെ വീഴത്തക്കവണ്ണം അതിനെ ഒരുക്കുന്നു. അങ്ങനെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നു. ഏതൊരവസ്ഥയിലും ഏത് പ്രയാസത്തിലും കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം. ആ കോഴി തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ, കഴുകൻ തന്റെ ചെറിയ മീതെ നമ്മളെ വഹിക്കുന്നത് പോലെ. കാരണം എന്താ? ആ പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ നമ്മളെ വീണ്ടെടുത്തതാണ്. ആ കർത്താവ് നമ്മളെ കൈവിടത്തില്ല. കർത്താവ് നമ്മളെ സൂക്ഷിക്കും. ആ ചിറകടിയിലായിരിക്കാൻ പിന്നെയും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആ ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഓരോ രീതിയിൽ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇതൊന്നും കേട്ട് ഭയപ്പെട്ടു പോവാൻ്റെ യാതൊരു വിശേഷ മിഡിൽ ഈസ്റ്റിലുള്ള ദൈവമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്രകാരം ഒരു ന്യൂസും കേട്ട്, ഒരു വാർത്തയും കേട്ട്, അല്ലെ ഒന്നും കണ്ടും കേട്ടും നമ്മൾ ഭയപ്പെട്ടു പോകാനിടയാകാതെ നമ്മളെ വിളിച്ചതും വിശ്വസ്തന ആ കർത്താവ് നമ്മളെ സൂക്ഷിപ്പാൻ ശക്തന. ആകയാൽ പിന്നെയും നമുക്ക് ധൈര്യത്തോടെ മുന്നേറാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. പിന്നെ കർത്താവ് നമ്മളെ വിളിക്കുവാണെങ്കിലും കർത്താവ് നമ്മളെ വിളിക്കുന്നതിന് എന്തെങ്കിലും ഒരു മുഖാന്തരമുണ്ട്. കർത്താവ് നമ്മളെ വിളിക്കുന്നതിനും അതുപോലെ തന്നെ കർത്താവിന്റെ വരവാണെങ്കിലും നമ്മൾ എടുക്കപ്പെടുവാൻ ലജ്ജ കൂടാതെ ലജ്ജിച്ചു പോകാനിടയാകാതെ കർത്താവിന്റെ വരവിങ്കൽ നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുക്കട്ടെ. സ്തോത്രം. കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുന്നു. മീറ്റിംഗ് എല്ലാവർക്കും ഒരു അനുഗ്രഹമാട്ടെ. സ്തോത്രം. തുടർന്ന് നമുക്ക് സമയം ഒട്ടും മെസ്സേജ് കഴിയുമ്പോഴേക്കും എല്ലാവരും പോകും. അതുകൊണ്ടായി ഇത്രയെങ്കിലും ഒക്കെ പറഞ്ഞ് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കടന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഓർക്കുന്നു. എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ശുശ്രൂഷിപ്പാനായിട്ട് ലഭിച്ചിരിക്കുന്ന ജൈനാമ ജോൺസൺ ആണ്. കുടുംബമായി അവര് കർത്താവിന്റെ വേലയിൽ തൃശ്ശൂർ ശുശ്രൂഷ ചെയ്യുന്നു. സ്തോത്രം. 2 പ്രെയർ ലൈനിൽ കൂടിയാണ്, സാലിമോനായി നടത്തുന്ന പ്രെയർ ലൈനിൽ കൂടിയാണ് സിസ്റ്ററിനെ പരിചയപ്പെടുവാനിടയായത്. ഇങ്ങനെ കാണുന്നെങ്കിലും സിസ്റ്ററിന്റെ സാക്ഷ്യം ഞാൻ ഒരു പ്രാവശ്യം സൂം മീറ്റിംഗ് കൂടെ കേൾക്കുവാനിടയായി. കുറച്ച് സമയത്തേക്കിന് കേൾക്കുവാനിടയായി. അന്ന് കോവിഡിന്റെ സമയത്ത് സൂം മീറ്റിംഗ് നടത്തിയപ്പോൾ. എന്നാൽ പിന്നെ അങ്ങനെ കാണാറും കേൾക്കാറുമില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണ് ക്യാമ്പിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരുമിച്ച് കാണുവാനും അല്പസമയം സംസാരിക്കുവാനും ഒക്കെ ഇടയായി. അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് സിസ്റ്റേഴ്സ് ക്രൈസ്റ്റ് അറ്റൻഡ് ചെയ്തത്, റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട്. അപ്പോഴാണ് ഇങ്ങനെ മീറ്റിങ്ങിനെ ഞാൻ ക്ഷണിക്കുവാനിടയായത്. എന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കുവാനിടയായത്. എൻ്റെ മകള് ഡോക്ടറാണ്. 2 പേരും ഡോക്ടേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. വിവാഹം കഴിഞ്ഞ് മോള് പ്രസവിച്ച് കിടക്കുവാണ്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള തിരക്കിലും കൂടിയാണ്. എന്നാൽ ഇന്ന് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുവാനിടയായി. സ്തോത്രം. തന്റെ സഹോദരിയുടെ മകളാണ്. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ഇടയിൽ മരിച്ചുപോയ നിമ്മി എന്ന് പറഞ്ഞ നിമ്മി ജോയി ഇവിടെ അയർലൻഡിൽ കടന്ന് മരിച്ച് കഴിഞ്ഞ ദിവസം അതിന്റെ അടക്കമായിരുന്നല്ലോ. അതുപോലെ തന്നെ തന്റെ സഹോദരനാണ് ഡോക്ടർ വി തോമസ്. ദേവദാസൻ കഴിഞ്ഞ വർഷം ഇതിൽ ചേർക്കപ്പെടുവാനിടയായി. ബാംഗ്ലൂരില് ഒരു കർത്താവിന്റെ വേലയിലും അതുപോലെ തന്നെ ബൈബിൾ കോളേജും ഒക്കെ കൊണ്ടിരുന്നതാണ്. അങ്ങനെ ശുശ്രൂഷയിലായിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും.
തുടർന്ന് ദേവദാസിയിൽ നമ്മൾക്ക് നേരിട്ട് കേൾക്കാം. തന്റെ വചന ശുശ്രൂഷയും അതുപോലെ തന്നെ അനുഭവം നമ്മൾക്ക് പ്രയോജനമുള്ളതൊക്കെ മറച്ചു വെക്കാതെ സംസാരിക്കുവാൻ കർത്താവ് ദേവദാസിയെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മ നിറവോടെ സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിപ്പാൻ അവസരമുണ്ട്. അതിനായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രിയ ജയന സിസ്റ്ററിനെ ക്ഷണിക്കുന്നു. തുടർന്നുള്ള 3/4 മണിക്കൂർ ശുശ്രൂഷിക്കാൻ ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സിസ്റ്റേഴ്സ് ക്രൈസ്റ്റില് നിങ്ങളോടൊപ്പം വന്നിരുന്ന ആരാധനയിൽ പങ്കെടുക്കുവാൻ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാനൊക്കെ ദൈവം ഒരു അവസരം തന്നു ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിസ്റ്ററിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വലിയ പരിചയങ്ങളൊന്നും ഇല്ലെങ്കിലും സിസ്റ്റർ പറഞ്ഞതുപോലെ വുമൻസ് പ്രയർ വാരിയേഴ്സിലൂടെയാണ് പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഇച്ചിരൂടെ ഒന്ന് അടുക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ തിരുവല്ലയിൽ വെച്ച് നടന്ന മീറ്റിംഗിലാണ്. സിസ്റ്റർ പറഞ്ഞല്ലോ, റെവലേഷനിൽ നിന്ന് ഞങ്ങൾക്ക് അല്പം ഒന്ന് സംസാരിപ്പാനൊക്കെ ഇടയായപ്പോൾ എന്നോട് ചോദിച്ചു അതിനെ ശുശ്രൂഷിക്കുമെന്ന്. ഞാൻ ഒരു പഴുവാക്കിലായിട്ട് പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും 2 പ്രാവശ്യം എന്നെ ക്ഷണിച്ചപ്പോഴും എനിക്ക് ഭയങ്കര തിരക്കായി പോയി. സിസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ സഹോദരിയുടെ മകളുടെ നിര്യാണത്തില് ഞങ്ങളെല്ലാം ഒത്തിരി ദുഃഖത്തിലായിരുന്നു. ഒത്തിരി പേര് വുമൻസ് പ്രയർ വാരിയേഴ്സിൽ പ്രാർത്ഥിച്ചതാണ് പ്രിയ കുഞ്ഞിനു വേണ്ടി. എന്നാൽ ദൈവത്തിന്റെ ഹിതം മറിച്ചായിരുന്നു. ദൈവത്തിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അത് അങ്ങനെ ദൈവം ചെയ്തു. ഞങ്ങളെയൊക്കെ കർത്താവ് ഇത്രത്തോളം ആശ്വസിപ്പിച്ചു. വിശാൽ പിതാ അവരുടെ പേരൻസിനെയും സഹോദരങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ സഹോദരനാണ് ഡോക്ടർ വി തോമസ്. നിങ്ങൾക്കറിയാം, UTC ബാംഗ്ലൂരിലെ UTCയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. തനിയും പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഒത്തിരി നാൾ നമ്മൾ പ്രാർത്ഥിച്ചു എന്നൊക്കെ വിമുക്തനായി വരുമ്പോഴാണ് പെട്ടെന്ന് താനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായത്. അങ്ങനെ കഴിഞ്ഞ 1-2 വർഷമായി ഞങ്ങളിങ്ങനെ വേർപാടിന്റെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. ചോദ്യം ചെയ്യാൻ നമുക്ക് ഒന്നും കഴിയത്തില്ലല്ലോ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വിശേഷാൽ സൂസൻ സുനിസിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് നിങ്ങളുടെ ദാസിയെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊക്കെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാൻ കർത്താവിന്റെ ദാസിക്ക് കർത്താവ് കൊടുത്ത എല്ലാ സാഹചര്യങ്ങൾക്കായിട്ടും പ്രേരണയ്ക്കും ഒക്കെ ആയിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ഹക്കായ്മോനെ ഓർത്തും റിജോയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോവിഡിന്റെ കാലം തുടങ്ങിയ സമയം മുതൽ ഈ ഹക്കായ്മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയ TGS എന്നോടൊപ്പമാണ്. 12 മണിക്ക് പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ അവിടെ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തും അറിയാം ആ ഭവനത്തെ പറ്റിയും അതുപോലെ ഈ ഭവനത്തെ പറ്റിയും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുകയും പ്രിയ അക്കായ്മോനെ ഒക്കെ ഓർത്ത് ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തൽക്കാലം അവനോടൊപ്പം ഈ വേദി പങ്കിടുവാൻ ദൈവം ഒരു അവസരം തന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. കുഞ്ഞിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായ ദൈവത്തിന്റെ ശബ്ദമായി അവനെ ദൈവം തീർക്കും. നമുക്ക് പിന്നെയും പ്രിയ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയോടെ ഓർക്കാം. പ്രിയ റിജോയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കൃപാമോളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. TGS ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കർത്താവിന് ദാസിയെ സഹായിക്കട്ടെ. എനിക്ക് സിസ്റ്റേഴ്സ് ക്രൈസ്റ്റിൽ ഒത്തിരി പേരെ ഒന്നും പരിചയമില്ല. എന്നാൽ ചിലരെയൊക്കെ ഇതിനകത്ത് എന്നോടൊപ്പം പ്രാർത്ഥനയിലുള്ള ചിലരെയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നിമ്മി ടീച്ചറും എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു പാലക്കാടുള്ളൊരു സഹോദരിയാണ്. പുള്ളിക്കാരി ടീച്ചറാണ്. ഏകയായിട്ട് വിശ്വാസത്തിൽ വന്നതാ. ഇന്ന് കഴിഞ്ഞ ദിവസം പ്രിയ മോന് ദുബായിലാണ്. അവനും കർത്താവിനെ സ്നാനപ്പെടുവാനൊക്കെ ഇടയായി. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ ഈ ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരിയും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളൊന്നും വലിയൊരു മെസ്സേജിന് വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട. ഞാനൊരു വലിയ പ്രാസംഗിയല്ല. ആ ഒരു നിലയിൽ എന്നെ കാണരുത്. ഞാനൊരു തീർത്തും ഒരു പ്രാസംഗികയല്ല. എനിക്ക് ഇഷ്ടം, ഞാനത് പിന്നീട് അറിയിക്കാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടം മറ്റൊരു വരിയാണ് പ്രസംഗം. എനിക്ക് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. എന്താ പറയണ്ടേ, ഒത്തിരി തിയറിറ്റിക്കലി എനിക്കൊന്നും അറിയത്തില്ല. പ്രാക്ടിക്കലി ഉള്ളത് ഞാൻ പറയാം. എത്രമാത്രമേ എനിക്ക് പറയുള്ളൂ. വചനത്തെ പറ്റി ഒന്നും ആഴമായി ഒന്നും പറയാനൊന്നും ഉള്ള ഒരു ജ്ഞാനമൊന്നും എനിക്കില്ല. ഞാൻ ഇങ്ങനെ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്തതാ. അവിടുന്ന് കർത്താവിന്റെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ. ഇന്ന് 15 വർഷമായി ഞങ്ങൾ പാലക്കാട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ സാക്ഷ്യങ്ങൾ പറയാൻ പോയാൽ എനിക്ക് സമയം തികയത്തില്ല. എങ്കിലും എൻ്റെ ചെറിയ ഒരു സാക്ഷ്യം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റുകളിലൂടെ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് കേൾക്കാം. വചനത്തിലൂടെ കയറി വരുമ്പോൾ എന്തെങ്കിലും സാക്ഷ്യത്തിന്റെ വാചകങ്ങൾ അതിലൂടെയും കയറി പോകാമെന്ന് കർത്താവിൽ വിചാരിക്കുന്നു. സുസിസ്റ്റർ 7 മണി വരെയല്ലേ? ഒത്തിരി ഒന്നും
ഒരു 5-10 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. കുഴപ്പമില്ല. എനിക്കും അത്രയൊന്നും അറിയത്തില്ല. എപ്പോൾ നിർത്താൻ തോന്നുന്നു അപ്പൊ ഞാനങ്ങ് നിർത്തും. എനിക്കല്ലാതെ ഒത്തിരി ഒന്നും അറിയത്തില്ല. എന്തെങ്കിലും സാക്ഷ്യത്തിലൂടെ കടന്നു പോകാനായിട്ട് ഞാൻ ഒരു 5-10 മിനിറ്റ് ഞാൻ എന്റെ സാക്ഷ്യം പറയാം. എന്നെ ഞാൻ എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയണമല്ലോ, എങ്ങനെയാണെന്നും ഒന്നും അറിയണമല്ലോ. അതിനുവേണ്ടി മാത്രം കർത്താവിന്റെ കൃപയാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടാൻ ദൈവം സഹായിച്ചു. എന്റെ പഠനത്തോട് ഉപരിപഠനത്തോട് ബന്ധത്തില് ഞാൻ കുറെ നാൾ പൂനെയിൽ വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ കുവൈറ്റിലേക്ക് കടന്നു പോകുന്നത്. എന്റെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ കുവൈറ്റിൽ കടന്നു പോകുന്നത്. അവിടെ ചെന്ന് എംഒയില് ഒത്തിരി ആദ്യത്തെ സെലക്ഷനോടെ കർത്താവിന്റെ കൃപയാൽ ഒരു നല്ല ജോലിയിൽ പ്രവേശിപ്പാൻ ദൈവം സഹായിച്ചു. എന്റെ ഒരു നല്ല പോസ്റ്റില് ഏകദേശം നമുക്കറിയാം നേഴ്സൊക്കെ ആകുമ്പോൾ ഒരു പീക്ക് ലെവൽ എന്ന് പറഞ്ഞ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഒരു ഓക്കെ ആകും. എന്റെ ഒരു 9 വർഷം ഞാൻ എന്റെ ഒരു നല്ല ലെവലിൽ എത്തിയപ്പോൾ എന്റെ ചെറുപ്പത്തിലെ ആഗ്രഹം ഈ സുവിശേഷ വേല എന്നുള്ളതായിരുന്നു. ഞാൻ 10 കഴിഞ്ഞപ്പോൾ എന്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു, അപ്പൊ അച്ഛാ ഞാൻ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോക്കോട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, നിനക്ക് പഠിക്കാനേ പറ്റുള്ളൂ. 12th കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ പറഞ്ഞു, ഇല്ല പറ്റത്തില്ല, നീ തുടർന്ന് പഠിക്കണം. അങ്ങനെയാണ് ഞാൻ നഴ്സിംഗിന് കടന്നുപോയതും പഠിച്ചതും. എന്നാൽ എന്റെ അകത്തെ ഒരു ഭാരം എന്ന് പറയുന്നത് എനിക്ക് ഒരു വേല ചെയ്യണമെന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കല്യാണത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ ആകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചത് ഒറ്റ ഒരു ചോദ്യമേ ഉള്ളൂ, കർത്താവിന്റെ വേലയ്ക്ക് താല്പര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. പുള്ളിയോട് നേരിട്ട് അന്ന് ചോദിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. പക്ഷെ വേറെ ആലോചിച്ചവരുടെ വഴിയായിട്ട് ഞാൻ ചോദിച്ചു. അങ്ങനെ താല്പര്യമുള്ളതാണ്. സൗദിയിലായിരുന്നു പുള്ളിക്കാരൻ, അങ്ങനെ സമർപ്പിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എന്റെ വിവാഹത്തിന് സമ്മതിക്കുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ നിലയിൽ ഒന്നും അല്ല എന്ന് മനസ്സിലായി. പിന്നെ എന്റെ പ്രാർത്ഥന ഒറ്റ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, കർത്താവിന്റെ വേലയ്ക്ക് എന്നെ ഇറക്കണം. അത് ഏത് നിലയിലാണേലും എന്നെ ഇറക്കണം, പ്രിയപ്പെട്ടവനെ ഒരുക്കണം. അങ്ങനെ കുവൈറ്റിലായിരുന്നെങ്കിലും 9 വർഷം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് കർത്താവിന്റെ വേലയ്ക്ക് ഞങ്ങൾ ഇറങ്ങുവാനിടയായത്. പ്രിയപ്പെട്ടവനെ കർത്താവ് സന്ദർശിച്ചു. പല ദിവദാസന്മാരുടെ ആലോചന കേട്ടു, വ്യക്തിപരമായ ആലോചന കർത്താവ് അറിയിച്ചു. അങ്ങനെയാണ് കർത്താവിന്റെ ദാസൻ ആദ്യമായിട്ട് 2008 കർത്താവിന്റെ ദാസനും അന്ന് എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. മൂത്ത മോള് 4ാം ക്ലാസ്സിലും 2ാമത്തെ മോള് 2ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് പ്രിയദാസൻ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നാട്ടിലേക്ക് കടന്നു പോരുന്നത്. ഞാൻ 1 വർഷം ഹോസ്റ്റലിൽ നിന്നു. കാരണം എംഒയിലെ ഒരു സ്റ്റാഫിനെ റിസൈൻ ചെയ്യാൻ ഒറ്റ ഒരാളും സമ്മതിക്കത്തില്ല. ഏത് ദേവദാസന്മാരോട് ചോദിച്ചാലും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ സിസ്റ്ററെ എല്ലാം ഒന്ന് ആലോചിച്ച് ചെയ്യണം. എംഒയിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാര്യത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സിസ്റ്റർ ഒന്ന് ആലോചിച്ച് ചെയ്യണം. ആരോട് ചോദിച്ചാലും എന്നോട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഹോസ്റ്റലിലായിരുന്നു 1 വർഷം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ വ്യക്തമായ ഒരു തീരുമാനം എനിക്ക് തരണം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് കർത്താവിന്റെ വേല എന്റെ പ്രിയപ്പെട്ടവനോട് കൂടെ ചെയ്യണം എന്നുള്ളൊരു വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ ആയിരുന്നത്. അങ്ങനെയാണ് എന്റെ സാക്ഷ്യങ്ങൾ അവിടെയൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ അവിടെ നിർത്തിപ്പോട്ടെ. അങ്ങനെയാണ് ഞാൻ 2009 കർത്താവിന്റെ വേലയ്ക്കായിട്ട് അന്ന് KC ശമൂവേൽ പാസ്റ്ററാണ്. ഞാൻ PCK-ലായിരുന്നു ഉണ്ടായിരുന്ന, കുവൈറ്റിലെ PCK ചർച്ചിലെ മെമ്പർ ആയിരുന്നു. അന്ന് എന്നോട് അവിടെ ഉണ്ടായിരുന്ന ദേവദാസൻ പാസ്റ്റർ KC ശമൂവേലാണ്. പാസ്റ്ററോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇങ്ങനെ ഒത്തിരി ആഗ്രഹം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണം. എനിക്ക് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ സുഖ സൗകര്യം, നിങ്ങൾക്കറിയാം സൗദിയിലൊക്കെ ഉള്ളതല്ല, ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് അറിയാം. ഇന്നത്തെ പോലല്ല, അന്ന് ഒത്തിരി സൗകര്യമാണ്. എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാവുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററിനോട് പറഞ്ഞു, മോളെ സിസ്റ്റർ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാനും ഒരു ജോലിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയത്, ഇന്ന് വരെ കർത്താവ് എന്നെ നടത്തി, കർത്താവ് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്ന് പറയാനിടയായി. അങ്ങനെ ആ ഒരു ദേവദാസൻ, പലരോടും ചോദിച്ചില്ല, എനിക്ക് തോന്നുന്നത് ഒറ്റ ഒരു ദേവദാസനാണ് എന്നെ അന്ന് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് വീട്ടില് ജോസഫിന് മനസ്സോടെ ആണെങ്കിലും നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ കടന്നു വന്നത്. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എങ്കിലും എന്നോട് ആ ഹോസ്റ്റലിലായിരുന്ന സമയങ്ങളൊക്കെ കർത്താവ് എന്നോട് സംസാരിച്ചത് അത് ദൈവീയ ശബ്ദമായിരുന്നു. എനിക്ക് ഇന്നൊക്കെ അറിയാൻ പറ്റുന്ന, അന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനൊരു പൊട്ടിയ പോലെയായിരുന്നു ദൈവസന്നിധിയിൽ ഇരുന്നതും പ്രാർത്ഥിച്ചതും. അപ്പോഴൊക്കെ ദൈവം സംസാരിച്ച ദൈവശബ്ദമൊക്കെ അന്ന് ഞാൻ വിചാരിച്ച ഒരു മനുഷ്യ ശബ്ദമാണെന്ന് ഇന്ന് എനിക്കറിയാം അത് ദൈവശബ്ദമായിരുന്നെന്ന്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിടിച്ചു നിൽക്കാനും കഴിഞ്ഞത്. പല പ്രതികൂലങ്ങള്, പല പ്രശ്നങ്ങള് ജീവിതത്തിന്റെ പടകിൽ ആഞ്ഞടിച്ച സമയങ്ങളിൽ കർത്താവിന്റെ ഇമ്പസ്വരം എന്നെ കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ഇന്നും പിടിച്ചു നിൽക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നാട്ടിൽ കടന്നു വന്ന എന്റെ പെൺകുഞ്ഞുങ്ങളെ, അന്ന് എനിക്ക് വീടില്ല, കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയത്തില്ല. ഒരു എന്താ പറയുക, നാളെ എന്ന് എനിക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. നാളെ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ ഞങ്ങളിൽ ഒന്നുമില്ല. എന്നാൽ കർത്താവ് ഇന്ന് വരെ നടത്തി എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. 10th എന്റെ മൂത്ത മോൾക്ക് സ്കൂൾ ഫസ്റ്റ് ആയിരുന്നപ്പോൾ, അത് കഴിഞ്ഞ് 12th കയറിയപ്പോൾ അവളും പിന്നെയും സ്കൂൾ ഫസ്റ്റ് ആയി. അപ്പോൾ എന്നോട് ടീച്ചർമാർ ചോദിച്ചു, നിങ്ങൾ ഇവളെ വേറെ ഒന്നിനും വിടല്ലേ, വേറെ ഒന്നിനും നല്ലൊരു പൊസിഷനിലേക്ക് അവളെ കൊണ്ടുപോകണം. അവളെ ഒരു ഡിഗ്രി കോഴ്സിന് വിടാനുള്ള പൈസ പോലും ഞങ്ങളിൽ ഇല്ലാത്ത സമയത്ത്
ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവൾ അങ്ങനെ എൻട്രൻസിന് പോയി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു BDS ആയിട്ട് അവൾക്ക് കിട്ടുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെയാണ് രണ്ടാമത്തോളും എൻട്രൻസിന് പോയി. അവളും എൻട്രൻസ് എഴുതി ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS പഠിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു മോനുണ്ടായി. അവൻ 10th-ലാണ്. അവൻ 10th-ലെ ബോർഡ് എക്സാം എഴുതി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ സാക്ഷ്യം. ഞങ്ങൾ പാലക്കാട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ആരും പ്രവർത്തിക്കാത്തൊരു പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു സഭയില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹിന്ദുക്കൾ മാത്രമുള്ള ജാതികളായവർ മാത്രം വസിക്കുന്ന ഒരു ചർച്ച് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. അവിടെ ആത്മാക്കൾ വരും പോകും. അവിടെ നിലനിൽക്കുന്ന ആത്മാക്കള് വളരെ പ്രയാസമാണെന്ന് വെച്ചാൽ അമ്പലങ്ങളാണ്. അവിടെ മുക്കിനും അമ്പലങ്ങളാണ്. ഓരോ വീട്ടിലും അവരുടേതായ ദൈവങ്ങളാണ്. അവരുടെ ഇടയിലൊക്കെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് അവിടെ ഒരു ചർച്ചിന്റെ പണിയുടെ ആരംഭം ഞങ്ങൾ കുറിച്ചിട്ടുണ്ട്. ദൈവവിധമായാൽ അവിടെ ഒരു ചർച്ച് പണിത് അവിടെ തന്നെ ദൈവത്തിന് എന്താണോ ആ ദേശത്തെ കുറിച്ച് ചെയ്യാൻ ഞങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ പിന്നെയും ഞങ്ങളെ നടത്തേണ്ടതിന് കർത്താവ് ഇത്രത്തോളം നടത്തിയില്ല. ഇനിയും കർത്താവിൽ വിശ്വസിക്കുവാൻ, ആഴമായി വിശ്വസിക്കാൻ, എന്റെ കുഞ്ഞിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലൊക്കെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു പോയ സമയങ്ങളുണ്ട്. എന്നാൽ TGSന് അറിയാം, എല്ലാം ഭംഗിയായ അനുഗ്രഹമായൊക്കെ എന്റെ കുഞ്ഞിന്റെ വിവാഹവും മൂത്ത മോളുടെ വിവാഹം നടന്നു. അവൾക്ക് ഇന്നൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ എന്നെ പല സിസ്റ്റർ വിളിച്ചെങ്കിലും ഞാൻ തിരക്കായി പോയത്. അവൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കുവാനിടയായി. ഇപ്പോൾ എൻ്റെ കൂടെ ഭവനത്തിലുണ്ട്. അവൾ സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതാണ് എന്റെ സാക്ഷ്യത്തിന്റെ ഒരു ചുരുക്കം. ഹല്ലേലൂയ. ദൈവം നമ്മളെ നടത്തും. ദൈവം നമ്മളെ ഓർക്കും. സോറി, കേട്ടില്ല അല്ലേ? സോറിയേ. ഞാൻ ഒത്തിരി പ്രാസംഗി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. കേൾക്കാമല്ലോ അല്ലേ? സ്തോത്രം. കേൾക്കാലോ? ഓക്കെ. നമുക്ക് ഒരു വാക്യം അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. എന്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 115-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ തന്നെ വായിക്കാം, സമയം പോകുന്നതുകൊണ്ട്. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ഹല്ലേലൂയ. ഈ വാക്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി സമയം ഇരുന്ന് പ്രിപ്പയർ ചെയ്യാനോ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ വാക്യം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് അപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ, പകൽ സമയങ്ങളിൽ ഈ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കാൻ അധികം സമയം കിട്ടുന്നില്ല. 12 മണിക്കാണ് എന്റെ ലീഡിങ്. ആ സമയത്തും ജസ്റ്റ് കയറും, അവരോടൊപ്പം കുറച്ചു നേരം പ്രാർത്ഥിക്കുക, അത്രയൊക്കെ പറ്റുന്നുള്ളൂ. എങ്കിലും എന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണിത്. യഹോവ നമ്മെ ഓർക്കും. യഹോവ ഓർത്താൽ അവൻ നമ്മെ അനുഗ്രഹിക്കും. അമ്മേൻ. നമ്മളെയൊക്കെ ദൈവത്തിന് ഓർക്കണമെങ്കിൽ ചില കാരണങ്ങൾ ഉണ്ടാകണം അല്ലെ? സൂസൻ സിസ്റ്ററെ ദൈവം ഓർക്കണം. ഞാനിപ്പം എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, എങ്കിലും ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. അങ്ങനെ ഇച്ചിരി നേരം സംസാരിച്ചു. ഒരു ഓർമ്മയാ അത്. ആ ഓർമ്മ ശരിക്കും എന്നാ പറയണ്ടേ, വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും അല്ല. നമ്മൾ ചിലതൊക്കെ നമ്മളെ ആരെങ്കിലും ഒന്ന് ഓർക്കണമെങ്കിൽ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ വേണം അല്ലെ? വെറുതെ ഒന്നും നമ്മളെ ആരും ഓർക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിന് നമ്മളിൽ ചിലതൊക്കെ ഉണ്ടാകണം, എങ്കിലേ ദൈവം ഓർക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നതും പ്രിയ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതും ഇങ്ങനെ സഹോദരിമാരെ വിളിച്ച് ഈ സാധുക്കളായ എന്നെ, ഈ ഏഴയാകുന്ന എന്നെയൊക്കെ വിളിച്ച് ഈ മീറ്റിംഗിൽ കയറ്റുന്നതും ഒരു വചന ശുശ്രൂഷയ്ക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുന്നതും ഇതൊക്കെ ദൈവം ഓർക്കുന്ന ഒരു പദ്ധതിയാ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്താൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഓർക്കാനുള്ള ഈ വചനം എന്റെ ഉള്ളിൽ വരാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം എന്റെ മഞ്ചേരിയിലുള്ള മോള് ഞാൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ ഇന്ന് ആരാധനയ്ക്ക് പോയില്ല, എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു മമ്മി, എനിക്ക് ഭയങ്കര ടയേർഡായി പോയി, ഞാൻ പോയില്ല. അന്നേരം ഞാൻ അവളോട് പറഞ്ഞ ഒരു വാക്യാണിത്. ഞാൻ പറഞ്ഞു, മോളെ, നമ്മളെ ദൈവം ഓർക്കണമെങ്കിൽ നമ്മളിൽ ചിലത് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ദൈവം നമ്മളിങ്ങനെ ഇച്ചിരി വെയിൽ കൊണ്ട് വേലയ്ക്ക് വേണ്ടി പോകുന്നതും, നമ്മൾ ആരാധന മുടക്കാതിരിക്കുന്നതും, ദൈവസ്ഥലിൽ അല്പനേരം ഇരിക്കുന്നതും, ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും ഒക്കെയാ ദൈവത്തിന് ഓർക്കാനുള്ള. ദൈവം ഓർത്തെങ്കിലേ നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. ഓർക്കാൻ ചിലത് നമ്മൾ ഒരുക്കി വെക്കണം ദൈവസ്ഥാനത്തിൽ, എങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ എന്നാ പറയാനിടയായി. അന്ന് തൊട്ട് ഈ വാക്യം എന്നെ വല്ലാതെ, അവളെ പല പ്രാവശ്യം ഞാൻ ഓർക്കുവാനിടയായി. അവൾ ചിലപ്പോഴൊക്കെ ആരാധന മുടക്കി. എനിക്ക് ആരാധന കുഞ്ഞുങ്ങൾ മുടക്കുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കട. ആരാധനയ്ക്ക് പോകണം. നമ്മളെ കിട്ടുന്ന സമയങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ, ഞാൻ ഇപ്പോൾ ഈ കുഞ്ഞ് ഡെലിവറി ആയതുകൊണ്ടുള്ള ബന്ധത്തിൽ എനിക്കിങ്ങനെ രണ്ടാഴ്ചയായി പോകാൻ കഴിഞ്ഞില്ല. ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഞാൻ അടുത്ത ആഴ്ച നിന്നെ, ഇവിടെ അടുത്താണ് ആരാധന, ഞങ്ങളുടെ ലോക്കൽ ചർച്ചിൽ ഞാൻ പോകും, നീ കുഞ്ഞിനെ നോക്കിക്കോണോ എന്ന് പറയുവാനിടയായി.
ആരാധനയല്ല, കൂട്ടായ്മകളൊന്നും നമ്മളാൽ ആവോളം മുടക്കരുത്. നിങ്ങൾക്ക് അറിയാം, കുവൈറ്റിലായിരുന്ന സമയങ്ങളിൽ ഒറ്റ ആരാധന മുടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഈവനിങ് ആരാധന ഉള്ളപ്പോൾ ഞാൻ മോർണിംഗ് എടുക്കും, വൈകുന്നേരം ഉള്ളപ്പോൾ ഞാൻ മോർണിംഗ് എടുക്കും, രാവിലെ ഉള്ളപ്പോൾ ഞാൻ ഈവനിങ് എടുക്കും. ആ ഒത്തിരി എന്നാ പറയണ്ടേ, ടൈറ്റായ ഒരു ഡ്യൂട്ടി ഷെഡ്യൂൾ ആയിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞാൻ ആരാധനയ്ക്ക് വേണ്ടിയാ. എന്നോട് മേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ഇത്ര ബിസി ഉള്ള സമയത്ത് നീ എന്തിനാ ഈ ഡ്യൂട്ടി റിക്വസ്റ്റ് ചെയ്യുന്നേ, നീ മാത്രമുള്ളല്ലോ ഇന്ന്. അപ്പൊ ഞാൻ പറയും, സിസ്റ്ററെ എനിക്ക് ചർച്ചിൽ പോകണം, എനിക്ക് രാവിലെ ചർച്ച ഉള്ളപ്പോൾ ഞാൻ ഈവനിങ് എടുക്കും, ഈ വൈകുന്നേരം ചർച്ച ഉള്ളപ്പോൾ ഞാൻ മോർണിംഗ് എടുക്കും. അത് രണ്ടും ഈ സാറ്റർഡേയും ഫ്രൈഡേയിലും ഒക്കെ ഭയങ്കര തിരക്കുള്ള സമയങ്ങളാണ്. അപ്പോഴൊക്കെ ചൂസ് ചെയ്ത് ഞാനിത് റിക്വസ്റ്റ് ചെയ്യും. അങ്ങനെ സിസ്റ്ററിന് അറിയാം അത് എനിക്ക് അങ്ങനെയാവുന്ന. അങ്ങനെയൊക്കെ ചെയ്തു. ആ സമയങ്ങളിലൊക്കെ, അവിടെ ആയിരുന്ന സമയങ്ങളിലൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹോസ്റ്റലായിരുന്ന സമയങ്ങളിൽ എനിക്ക് തോന്നില്ല പകുതി സമയം ഞാൻ കഴിച്ചിട്ടുള്ളതെന്നാ തോന്നുന്നത്. ഉപവാസവും പ്രാർത്ഥനയും. അന്നൊന്നും ഒരു മറുപടി ഇല്ലായിരുന്നു. എന്താകും, എങ്ങനെയാകും എന്നൊന്നും ഒരു മറുപടി ഇല്ലായിരുന്നു. എന്നാൽ എനിക്കറിയാം, ഇന്ന നാളുകളിൽ എനിക്കറിയാം എന്റെ കർത്താവ് എന്നെ ഓർത്തെന്ന് എനിക്കറിയാം. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കറിയാം, അന്നൊന്നും ഒരു പ്രതിഫലവും കണ്ടില്ലെങ്കിലും, അന്നൊന്നും ഒന്നിനും ഒരു മറുപടി കണ്ടില്ലെങ്കിലും, ഇന്ന് എനിക്കറിയാം ചില സമയങ്ങളിൽ ദൈവം എന്നെ ഓർത്തത് കൊണ്ടാ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ധൈര്യത്തോടെ, ഉറപ്പോടെ, ഹല്ലേലൂയ, ഇത്രത്തോളം പ്രത്യാശയോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നെയോ ഈ നിന്ദിതയായി, അവമാനിതയായി ഒരറ്റത്ത് ഒരു മൂലയിൽ എവിടെയെങ്കിലും കാണാമായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ പലപ്പോഴും ഓർത്തു എന്ന് എനിക്ക് പറയാൻ കഴിയും. പ്രിയരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരോട് എനിക്ക് പറയാനുള്ളത്, കർത്താവിന് വേണ്ടി നിൽക്കണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാകണം, കർത്താവിന് വേണ്ടി ഉപവസിക്കാൻ തയ്യാറാകണം. കർത്താവിന് വേണ്ടിയല്ല, നമ്മൾ ദൈവസ്ഥലിൽ ഞാൻ എന്റെ ഉപവാസം ഒന്നും ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ഉപവസിച്ചിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഉപവസിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ മെയിൻ എയിം എന്റെ കർത്താവിന് നന്ദി പറയണം. കർത്താവിന് സ്ഥലിൽ ഇരുന്നാലേ കുറച്ചു നേരം കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ നന്ദി പറയാൻ പറ്റത്തുള്ളൂ. ഉപവാസം എടുത്താലേ അതിന് പറ്റത്തുള്ളൂ. നമ്മൾ വയറ് നിറച്ചിരുന്ന അങ്ങനെ ഒരു സഭനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ദൈവസേനയിലൊക്കെ ഒത്തിരി സമയങ്ങളിൽ ദൈവസേനയിൽ നന്ദി പറയാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഒത്തിരി എന്നാ പറയണ്ടേ, ഒത്തിരി ഒരു വലിയ ഭക്തയാണെന്ന് നിങ്ങൾ എന്നെ വിചാരിക്കരുത്. എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്, അവിശ്വസ്തതകളുണ്ട്. എങ്കിൽ പോലും ആവോളം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ ഇടയായിട്ടുണ്ട്. ദൈവത്തിന്റെ ഒരു കൃപ, അത് മാത്രമേ ഉള്ളൂ. പുകഴാനൊന്നും അല്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്. ദൈവം നമ്മളെ നിർത്തി. ഹല്ലേലൂയ. യഹോവ നമ്മെ ഓർക്കണം. യഹോവ നമ്മെ ഓർത്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഓർക്കാൻ ചിലതൊക്കെ നമ്മൾ ഒരുക്കി വെക്കണം, ചിലതൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കണം. ആമേൻ. ആ സമയങ്ങൾ ചിലപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കാം. നമ്മൾ ഈ വെയിൽ കൊണ്ട്, ഞാൻ ഓർക്കുന്നു ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി പാലക്കാടിൽ ഇപ്പോഴും ഞാൻ പ്രിയപ്പെട്ടവരോട് സ്കൂട്ടറിലാണ്, സ്കൂട്ടറിന്റെ പുറകിലിരുന്ന ഞങ്ങൾ ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഇടയിൽ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ ഹസ്ബൻഡിനോട് പറയാം, ഇനി എനിക്ക് എത്ര നാൾ നിങ്ങളുടെ കൂടെ ഈ സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്റെ നടുവൊക്കെ പോകും, എനിക്ക് പ്രായം 52 കഴിഞ്ഞു കേട്ടോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ദൂരെയാ പോകുന്നത്. വെയിലാണ്. ഈ മഴയാണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ഭയങ്കര മഴ പെയ്യും. ഞാൻ റെയിൻകോട്ട് എടുത്ത് പുറകിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെയാ പോകുന്നത്. അതൊക്കെ ദൈവത്തിന്റെ ഒരു കൃപയാ. ദൈവം ഒരു പക്ഷേങ്കിൽ അതൊക്കെ ദൈവം, ഇന്ന് ഞാൻ പോകുന്നത് ദൈവം എന്നെ നന്ദി പറയാൻ വേണ്ടിയാണ് പോകുന്നത്. ദൈവം നടത്തിയ വിധങ്ങൾക്ക് നന്ദിയുള്ളവളായിട്ടിരിക്കുക. എനിക്കറിയാം ദൈവം നമ്മളെ നടത്തുന്നത്, ദൈവത്തിന്റെ ആ പ്രൊട്ടക്ഷന്, അതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതാ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാ. നമുക്ക് അതിനുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കാം. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എസ്തേറിന് യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നു എന്നുള്ള ആ വാക്യത്തോടുള്ള ബന്ധത്തില് നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. സമയങ്ങൾ മുമ്പോട്ട് പോകുന്നല്ലോ. എസ്തേറിന്റെ പുസ്തകത്തില് നമുക്ക് കാണാൻ പറ്റുന്ന 6-ാം അധ്യായത്തില് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നു. ഹാമാന് മൊർദെഖായിക്ക് വേണ്ടി ഒരു കഴുകുമരം ഉണ്ടാക്കി. അതിന്റെ പണിയെല്ലാം പൂർത്തിയായി. അവനെ കഴുകുമരത്തിൽ കയറ്റാൻ മൊർദെഖായി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മട്ടം തിരിഞ്ഞിരിക്കുമ്പോഴാണ് അന്ന് രാത്രി, നമുക്കറിയാം അന്ന് രാത്രിയിലാണ് രാജാവിന് ഉറക്കം വന്നില്ല. ആ പുസ്തകത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തത്തിൽ കുറിച്ചു വെച്ചിരുന്ന പുസ്തകം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. ഉമ്മരിപ്പടിവാദിക്കാരനായ രാജാവിന്റെ ഷണൽ വിക്താന തേരക് എന്നീ 2 പേർ അഹശ്വേരോശ് രാജാവിന്റെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരിക്കുന്ന സംഗതി മൊർദെഖായി അറിവ് തന്ന പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ഇതിനുവേണ്ടി മൊർദെഖായിക്ക് എന്തു ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു. ഒന്നും കൊടുത്തില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു. പ്രിയരെ, നമുക്കറിയാം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം രാജാവിനെ ഓർമ്മിപ്പിച്ചതാ.
ഹല്ലേലൂയ. അവന് അന്ന് ആ കാര്യം പറഞ്ഞതിന് അന്ന് പ്രതിഫലം കൊടുത്തായിരുന്നെങ്കിൽ ഒരു പക്ഷെ ചെറിയതായിട്ടൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അന്ന് ദൈവം മറച്ചു വെച്ചു. അന്ന് ദൈവം അത് രാജാവിന് കൊടുക്കാൻ കഴിഞ്ഞില്ല, അത് അവൻ കൊടുത്തില്ല. നമുക്കറിയാം മൊർദെഖായി ആ പടിവാതിക്കൽ എന്നും ഹാമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മൊർദെഖായി ആ പടിവാതിക്കൽ ഇരുന്ന് ആ ഇരിപ്പ് ഒന്ന് ഓർത്തു നോക്കിയേ. എത്ര ദയനീയമായ ഒരു ഇരിപ്പാ, എത്ര കഷ്ടമാ അവന്റെ ഇരിപ്പ് കാണുമ്പോ. എന്നാൽ ആ മൊർദെഖായിക്ക് വേണ്ടി അന്ന് രാത്രിയിൽ കർത്താവ് ഇടപെട്ടു രാജാവിനോട്. അപ്പൊ രാജാവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്ന് അവന് വേണ്ടി എന്തെങ്കിലും കൊടുത്തായിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറയുന്നുണ്ട്, അവന് ആ ഭൃത്യന്മാരെ പ്രകാരത്തിൽ ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്നാൽ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി താൻ തീർപ്പിച്ച കഴുമേന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയിൽ പുറത്തെ പ്രകാരത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു. നമുക്കറിയാം ആ ഭാഗങ്ങളൊക്കെ വായിക്കാൻ നമുക്കറിയാം. രാജാവ് ഹാമാനെ വിളിക്കുന്നതും ഞാൻ ബഹുമാനിക്കാനിരിക്കുന്ന ഭൃത്യനെ എന്തെല്ലാം പദവി കൊടുക്കണമെന്നും ഒക്കെ രാജാവ് ഹാമാനോട് ചോദിക്കുന്ന ഒരു ആ ഭാഗം നമുക്കറിയാം. നമുക്ക് എല്ലാ പുസ്തകങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാനത് മുഴുവൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് മൊർദെഖായിയെ മാനിച്ച ഒരു വിധം നമുക്ക് അറിയാൻ പറ്റും. അതിന് പുറകിൽ എസ്തേറിന്റെ പ്രാർത്ഥനയുണ്ട്, ഇസ്രായേൽ ഗൃഹത്തിന്റെ പ്രാർത്ഥനയുണ്ട്, അനേകരുടെ പ്രാർത്ഥനയുണ്ട്. എന്നാൽ ദൈവം ആ പ്രാർത്ഥന കേട്ട് ആ രാജാവിന്റെ ഹൃദയത്തെ ആ രാത്രിയിൽ ദൈവം ഉണർത്തി. ഹല്ലേലൂയ. പ്രിയരെ, ആ ഉണർത്തിയ ഒരു കർത്താവ് നമുക്ക് വേണ്ടി നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം. അത് പലരിലൂടെ ആയിരിക്കാം നമ്മളെ ഓർക്കുന്നത്. ചില ഒരു മനുഷ്യരെ ആയിരിക്കാം ദൈവം നമ്മളെ ഓർക്കാനായിട്ട് ദൈവം ചിലരെ ആയിരിക്കാം നമുക്ക് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ആ ദൈവം ഒരു മൊർദെഖായിയെ ഓർത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദൈവം അവന് കൊടുത്ത പദവിയെ, ദൈവം അവന് കൊടുത്ത ഉയർച്ചയെ നമുക്ക് കാണാൻ പറ്റും. യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മൾ ഓർക്കും നമ്മളെ ആരും അനുഗ്രഹിക്കാനില്ല, നമ്മളെ ആരും കാണാനില്ല, നമ്മളെ ഈ കരയുന്ന കണ്ണുനീരൊന്നും കാണാൻ ആരുമില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കും. എന്നാൽ ദൈവം നമ്മളെ ഓർക്കാൻ ആരംഭിച്ചാൽ, ദൈവം നമ്മളോട് കനിവ് തോന്നാൻ ആരംഭിച്ചാൽ, ഹല്ലേലൂയ, അതിനെ തടസ്സപ്പെടുത്താൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു ദുഷ്ടാത്മാവിനും കഴിയത്തില്ല. ഹല്ലേലൂയ. യഹോവ നമ്മെ ഓർത്താൽ അവൻ നമ്മെ അനുഗ്രഹിക്കും. ഓർക്കാൻ ചിലത് നമ്മുടെ പക്കൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ചിലത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം പ്രിയരെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ആ ഭാഗങ്ങൾ പിന്നെയും നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ഓർമ്മ പുസ്തകം മലാക്കിയുടെ പുസ്തകത്തില് മലാക്കി 3:16 നമ്മൾ കാണുന്നുണ്ട്. മലാക്കി 13 ഒരു മിനിറ്റ്, സ്തോത്രം. ദൈവം ദൈവം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. യഹോഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മൾ ചെയ്യുന്നതെല്ലാം ഓർക്കുവാൻ വേണ്ടി ഒരു സ്മരണ പുസ്തകം. കഴിഞ്ഞ ദിവസം കുറേ നാൾ മുമ്പ് ഒരു ദേവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ ഇങ്ങനെ പറയുവാനിടയായി. ആ സ്മരണ പുസ്തകത്തിലെ പേജുകളിൽ എത്ര പേജുകളാ ശൂന്യമായി കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നത് ദൈവം കുറിച്ചു വെക്കും. ഹല്ലേലൂയ. ആ പുസ്തകം നമ്മൾ തുറക്കുമ്പോഴാണ് ആ പുസ്തകം തുറന്നാണ് നമുക്ക് പ്രതിഫലം കർത്താവ് തരുന്നത്. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില്, ഹല്ലേലൂയ, ഓരോ ദിവസവും കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ, ആ സ്മരണ പുസ്തകത്തിൽ ചിലതൊക്കെ എഴുതി ചേർക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ ഒരുക്കട്ടെ. അതിനായി ദൈവം നമുക്ക് ബലം തരട്ടെ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്, കർത്താവിന് നാമത്തിന് വേണ്ടി പോകുന്നത്, ഹല്ലേലൂയ, ഒരാളോടെങ്കിലും സുവിശേഷം അറിയിക്കുന്നത്, ഹല്ലേലൂയ, അതൊക്കെ ആ സ്മരണ പുസ്തകത്തിൽ ദൈവം എഴുതി വെക്കും. ഹല്ലേലൂയ. അത് കുറെ നാൾ മുമ്പ് നമ്മുടെ ബാബു ചെറിയാൻ പാസ്റ്റർ ഒരു മെസ്സേജില് കുറെ നാൾ മുമ്പാ, അതൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വെക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മൾ ഇവിടെ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി നമ്മൾ പ്രാർത്ഥിച്ചു, പക്ഷെ മറുപടികൾ ഒന്നും കിട്ടിയില്ല. എന്നെങ്കിലും വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. കർത്താവ് ആ സ്മരണ പുസ്തകത്തിൽ എഴുതി വെക്കും. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയില്ലെന്ന് നമുക്ക് തോന്നിയാലും ആ സ്മരണ പുസ്തകത്തിൽ ദൈവം എല്ലാം കുറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം ഉണ്ടാകുമെന്ന് ബാബുചെറിയാൻ പാസ്റ്റർ ഒരു പ്രാവശ്യം ഇങ്ങനെ പറയുവാനിടയായി. അന്ന് കുറെ നാൾ മുമ്പ് ഞാൻ ഓർത്ത്, കർത്താവെ, ഒരു പക്ഷെങ്കിൽ ഇവിടെ വെച്ചൊന്നും ഓടിയതിന്റെയും അധ്വാനിച്ചതിന്റെ ഒന്നും പ്രതിഫലം കിട്ടിയില്ലെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ആ സ്മരണ പുസ്തകം തുറക്കുമ്പോൾ നമുക്ക് ആ ദൈവം പ്രതിഫലം തരും. ആ ഒരു വാക്യത്തിൽ ഞാൻ കുറെ നാൾ ആശ്വസിച്ച് നടന്നു. കാരണം ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചതിനൊന്നും മറുപടി കാണുന്നില്ല. ഒന്നിനും ഒരു മറുപടി ഇല്ലാതെ ശൂന്യമായി ഒരു വെറും ശൂന്യമായി മുമ്പോട്ട് പോയ കാലഘട്ടം ജീവിതത്തിലുണ്ട്. എന്നാൽ എനിക്ക് ഇന്നറിയാം, എന്റെ കർത്താവ് അതൊക്കെ ഓർക്കും. ദൈവം അത് ഓർത്താൽ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആ സ്മരണ പുസ്തകം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ പലരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം,
ഞാൻ ഇത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇത്ര നാളായി ഉപവസിക്കുന്നു സിസ്റ്ററെ, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഞാൻ എത്ര നാളായി ഉപവസിക്കുന്നു, ഞാൻ കർത്താവിന് വേണ്ടി ഓടുന്നു, ഞാൻ ഒത്തിരി ഒരു പ്രാർത്ഥന പോലും ഞാൻ മുടക്കത്തില്ല, ഞാൻ ഒരു ആരാധനയും മുടക്കത്തില്ല, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇതിനൊന്നും മറുപടി കിട്ടുന്നില്ല എന്ന് ചിലരൊക്കെ ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ അനുഭൂതി നിങ്ങൾക്ക് പറയാനുള്ളത്, പ്രിയരെ, ഇവിടെ വെച്ച് നമുക്ക് കിട്ടിയില്ലെന്ന് തോന്നിയാലും നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവിന്റെ സ്മരണ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രതിഫലം തീർച്ചയായിട്ടും ദൈവം തരും. അത് വിശ്വസ്തയോടുകൂടി ആയിരിക്കണം, പരമാർത്ഥതയോടുകൂടി ആയിരിക്കണം, അല്ലാതെ ഒരു സ്വാർത്ഥ താല്പര്യത്തോടുകൂടി ആയിരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചുള്ള ഒരു എന്നാ പറയണ്ടേ, മുൻവിധിയോടെ കൂടെ ആയിരിക്കില്ല. കർത്താവ് തന്നാലും കർത്താവ് തന്നില്ലെങ്കിലും വിശ്വസ്തയോടും പരമാർത്ഥതയോടും പരിശുദ്ധിയോടും കൂടെ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് ഇവിടെ വെച്ച് തരേണ്ടത് ഇവിടെ വെച്ച് തരും. അല്ല, അവിടെ വെച്ച് ആ കർത്താവിന് തരാൻ ആഗ്രഹമെങ്കിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ കർത്താവ് നമുക്ക് പ്രതിഫലങ്ങളെ തരും. ആ ദൈവം നമ്മളെ ഓർക്കാതെ പോകത്തില്ല. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു കർത്താവാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. അതുകൊണ്ട് ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ആ കർത്താവ് നമ്മളെ സഹായിക്കും, ആ കർത്താവ് നമ്മളെ ഓർക്കും. ഹല്ലേലൂയ. യഹോവ നമ്മെ ഓർക്കും, യഹോവ നമ്മളെ അനുഗ്രഹിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ പാലക്കാട് ഒത്തിരി ദൂരമാണ്. പല പ്രാവശ്യവും മീറ്റിങ്ങിലൊന്നും കടന്നു പോകാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം മോനെ പ്രഗ്നന്റ് ആയതും അവനെ ഡെലിവറി ആയതും കുഞ്ഞ് ചെറുതാ. അപ്പൊ അവനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ തീർന്നു, ഞാൻ എത്തിരി ആശിച്ച് കടന്നു വന്നതെല്ലാം തീർന്നു. മോനുണ്ടായതോടെ ഇനി എനിക്ക് പോകാൻ പറ്റത്തില്ല, ഡെലിവറി ആയി, കുഞ്ഞായി, ഇനി അവനെ നോക്കണം, അവനെ വളർത്തണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓർത്തു, എന്റെ കർത്താവ് ഞാൻ എന്തിനു വേണ്ടിയാണോ ഇവിടെ വന്നത് അതെല്ലാം തീർന്നു, ഇനി എന്നെ കൊണ്ട് ഇനി എന്തിനു കൊള്ളാം എന്നൊക്കെ ഞാൻ വിചാരിച്ച സമയങ്ങളുണ്ട്. എന്നാലും ഞാൻ ജോൺസനെ പലപ്പോഴും ജോൺസനെ ഏൽപ്പിച്ചിട്ട് എന്നെ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ അധികം വിടുന്നതിന് താല്പര്യമില്ല. എന്നാലും ഞാൻ പലപ്പോഴും കാല് പിടിച്ചിട്ട് ഞാൻ പറയും, അച്ഛേ എന്നെ ഒന്ന് മീറ്റിങ്ങിന് വിടാവൂ. ഞാൻ വളരെ ദൂരം, ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഒരു 1.5-2 മണിക്കൂറിൽ അധികം ദൂരമുണ്ട്. അന്നൊക്കെ പാലക്കാട് സോണിന്റെ മീറ്റിങ്ങിലൊക്കെ ഞാൻ പോകാൻ അന്നത്തെ ഞാൻ പ്രവർത്തിക്കുന്ന സെന്ററിൽ അവരെന്നെ അതിന്റെ സെക്രട്ടറി ആക്കി വെച്ച സമയം, അന്നൊന്നും അറിയത്തേ ഇല്ല എന്തുവാ ചെയ്യണ്ടേ എന്നതാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് പോകേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ ചെറുതാ. അങ്ങനെ അപ്പോൾ മോന് പനിയായിട്ട് ഇവിടെ കിടക്കുക. അങ്ങനെ ഇട്ടിട്ട് പോയ ഒരു സമയം, അന്ന് യോസൻ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. എങ്കിലും ഞാൻ മീറ്റിങ്ങുകളൊന്നും കളയാതെ എങ്ങനെയെങ്കിലും ഒക്കെ പോകാൻ ശ്രമിക്കുമായിരുന്നു. വളരെ ദൂരെ യാത്ര ചെയ്ത് പോയ സമയങ്ങളുണ്ട്. എന്നാൽ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ ജോൺസാനിൽ നിന്ന് കുറെ വഴക്കായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിന് പനിയായിരിക്കും. ഇതൊക്കെ ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവെ ഇത്രയൊക്കെ ഞാൻ ഓടിയിട്ട് ഒന്നും എനിക്കില്ലേ കർത്താവ്, എന്നെ മറന്നു കളഞ്ഞോ എന്നൊക്കെ ഞാൻ ചോദിച്ച സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് എനിക്കറിയാം എന്റെ കർത്താവ് ഇതൊന്നും മറന്നിട്ടില്ല. എന്റെ കർത്താവിന്റെ സ്മരണ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് ഓർത്തോർത്ത് അനുഗ്രഹിക്കുക. ഇന്ന് ഒരു യോഗ്യതയില്ല പ്രിയരെ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനോ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുമായിട്ട് സന്തോഷത്തോടെ എന്റെ ഈ ടെസ്റ്റ് മണി ഷെയർ ചെയ്യാനോ ഒന്നും ഒരു യോഗ്യതയുമില്ല. ഞാൻ വലിയതൊന്നും കർത്താവിന് വേണ്ടി ചെയ്തെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ കർത്താവ് പലപ്പോഴും ഓർക്കും എന്നെ ദൈവം എന്നെ ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും ദൈവം എന്നെ മറന്നു കളയുന്നത്. പക്ഷേ ദൈവം എന്നെ ഒരിക്കലും മറന്നിട്ടില്ല. ദൈവം ഓർത്തോർത്ത് അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാ. ദൈവം ഒത്തിരി നന്മകളെ തന്നു, ഒത്തിരി അനുഗ്രഹങ്ങളെ തന്നു. അന്ന് ഞാൻ ജോലി കളഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ എന്നെ ഒത്തിരി പുച്ഛിച്ചവരുണ്ട്. എന്റെ പിതാവ് പോലും എന്നോട് ചോദിച്ചു, എന്റെ മോനെ നീർക്ക് എന്നെ വട്ടായിരുന്നോ, നീ ഇത്രയും നല്ല മിനിസ്ട്രി ജോലി കളഞ്ഞിട്ട് നീ നാട്ടിൽ വന്നത്, നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊക്കെ അവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. എന്റെ മോള് 12th കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ പിതാവ് എന്നോട് വന്ന് ചോദിച്ചു, അവിടെ ആയിരുന്നു നിങ്ങൾ കുഞ്ഞിനെ വല്ല മെഡിസിനും വിടായിരുന്നു, ഇനി നീ എന്ത് ചെയ്യും എന്നോട് ചോദിച്ചു, മുഖത്ത് നോക്കി. അപ്പോഴൊക്കെ ഞാൻ ഒന്നും പറയാൻ പറ്റത്തില്ല. മാതാപിതാക്കളോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോഴൊക്കെ എന്റെ ഒരു പ്രാർത്ഥനാ റൂമുണ്ട്, ആ റൂമിലിരുന്ന് ഞാൻ കരയും, കർത്താവേ ഇനി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും? ഞാൻ ഒരു കാര്യം മാത്രമേ കർത്താവിനോട് ചോദിച്ചുള്ളൂ, കർത്താവേ എന്റെ സഹോദര കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്റെ കുഞ്ഞുങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, എന്റെ സഹോദര കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്റെ കുഞ്ഞുങ്ങൾ കൈനീട്ടരുത്. അല്ലെങ്കിൽ അവരോടൊപ്പം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെക്കാളാകാൻ കഴിഞ്ഞില്ലെങ്കിലും അവരോടൊപ്പമെങ്കിലും എന്റെ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവ് എനിക്ക് തരണേ കർത്താവ്, ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾക്ക് അന്ന് ഒന്നും കാണാനില്ല പ്രിയരെ, എന്നാൽ കർത്താവ് ഓർത്തു. ഹല്ലേലൂയ. ദൈവം ഓർത്തു. അവരെ പോലെ തന്നെ അവരെക്കാളൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിലാരും ഡോക്ടർമാരായിട്ട് ഈ മെഡിക്കൽ രീതിയിലില്ല, മറ്റൊരു രീതിയിൽ ഡോക്ടർമാർ എടുത്തിട്ടുണ്ടെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ ഞാൻ മെഡിക്കായിട്ട് പറയും, നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കരുത്. കർത്താവ് നടത്തി വിധങ്ങളെ പറയും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു രീതിയിൽ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള അനുഭവത്തിൽ നിന്ന് പറയാം. അനുഭവത്തെ ആർക്കും കണ്ണിക്കാൻ കഴിയത്തില്ലല്ലോ. അത് പഴയ കാലത്ത് നടന്ന അനുഭവങ്ങളല്ല, ഈ റീസെന്റ് നടന്ന അനുഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്.
മാനിച്ചു നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ ഓർത്താൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും. അവനെ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. പ്രിയരെ, നമ്മുടെ കൈ എപ്പോഴും നിർമ്മലമായിരിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടതായിരിക്കണം. ഒരു നിർമ്മല മനസ്സാക്ഷി നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, നമ്മൾ ഒത്തിരി ഓടി, എന്നിട്ട് നമുക്ക് പ്രതിഫലം ഒന്നും കിട്ടാതെ വരത്തില്ല. അതൊരിക്കലും ദൈവം ചെയ്യത്തില്ല. നമ്മുടെ കരങ്ങളെല്ലാം നിർമ്മലമായിരിക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടതായിരിക്കണം. കറയില്ലാതെ ആയിരിക്കണം. നിഷ്കളങ്കതയോടെ ആണെങ്കിൽ തീർച്ചയായിട്ടും മറുപടി ഉണ്ട്. അത് ഉറപ്പാ. അല്ലെങ്കിൽ എന്റെ അനുഭവം, ഞാൻ ഒത്തിരി നിഷ്കളങ്കതയാണ്, നിങ്ങൾ ആ രീതിയിൽ തന്നെ വിചാരിക്കരുത്. എങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ആവോളം നിൽക്കുവാൻ ശ്രമിക്കുന്നവളാ ഞാൻ. എനിക്കറിയില്ല കർത്താവെ, എനിക്കറിയാം. പലപ്പോഴും പലരും അറിയുന്നില്ലെങ്കിലും നമ്മളെ അറിയേണ്ടവർ നമ്മളെ അറിയാതെ പോകുന്ന സമയങ്ങളുണ്ട്. കാണേണ്ടവർ നമ്മളെ കാണാണ്ട് പോകുന്ന സമയങ്ങളുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ ബലമുള്ള കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ആ വചനം എന്നെ പലപ്പോഴും ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയരെ, അങ്ങനെയാ ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത്രത്തോളമുള്ള ജീവിതം ഞങ്ങളെ നടത്തിയത്. കർത്താവ് നമ്മളെ ഓർത്താൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും. ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ. ആ അനുഗ്രഹിക്കുന്ന ദൈവത്തെ, ആ സഹായിക്കുന്ന ദൈവത്തെ, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിനെ കർത്താവ് ഒരിക്കലും ആർക്കും കടക്കാരനല്ല. അവൻ ആർക്കും ബാധ്യതയല്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ നടത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുപോലെ നമുക്കൊരു ഭാഗം കാണാം. യെശയ്യാ പുസ്തകം 38 3-ാം വാക്യത്തിൽ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മരിക്കപ്പെട്ട രോഗം പിടിച്ചപ്പോൾ ഹല്ലേലൂയ, ദൂതൻ വന്ന് പറഞ്ഞു, നിന്റെ കരകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളു, ഞാൻ നിന്റെ പ്രാണനെ ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് ഹിസ്കിയാവിനോട് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ, ഞാൻ നിന്റെ സന്നിധിയിൽ നടന്നതും. ആ ഭാഗം ഒന്ന് വായിക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം 38. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ആ ഭാഗം നമുക്ക് വായിക്കാൻ കഴിയും. ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ചു. അവന്റെ കൃതകാര്യം ക്രമപ്പെടുത്താൻ ദൂതനെ കൊണ്ടായ പറഞ്ഞു പ്രവാചകൻ വന്ന് പറഞ്ഞു. അപ്പൊ ഹിസ്കിയാവിന് പ്രാർത്ഥിക്കാൻ ഒരു പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് പറയണമെങ്കിൽ നമ്മുടെ സന്നിധിയിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം. പ്രിയരെ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ചില പ്രതികൂല വേളകളിൽ, ചില മരണത്തിന്റെ നിരത്താഴ്വകളിൽ, ഹല്ലേലൂയ, ആരും നമ്മളെ സഹായിപ്പാനില്ല. വൈദ്യശാസ്ത്രം നമ്മളെ കളഞ്ഞു. ഇനി വൈദ്യശാസ്ത്രം നമ്മളിൽ ഒന്നുമില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പ്രാഗൽഭ്യം വേണം കർത്താവിനോട് പറയാൻ. ഹിസ്കിയാവ് പറഞ്ഞതുപോലെ പറയാൻ, കർത്താവെ, ഞാൻ നിന്റെ മുമ്പിൽ വിശ്വസ്തയോടെ നടന്നത്, ഏകാഗ്രതയോടെ നടന്നത് നീ ഒന്ന് ഓർക്കണമേ കർത്താവെ, നീ ഒന്ന് ഓർക്കണമേ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് പറയാൻ നമുക്ക് ഇടയാകുമോ പ്രിയരെ? നമുക്ക് പ്രതിസന്ധി വരികയില്ലെന്നല്ല, നമുക്ക് പ്രശ്നങ്ങൾ വരികയില്ലെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് രോഗങ്ങൾ വരികയില്ലെന്നല്ല, നമുക്ക് കടബാധ്യതകൾ വരികയില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടാകും. ഇതൊക്കെ വരണമെങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിനെ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അനുഭവിക്കത്തുള്ളൂ, രുചിച്ചറിയത്തുള്ളൂ. എന്നാൽ നമുക്ക് ആ സമയങ്ങളിലൊക്കെ പറയാനൊരു ഇത് വേണം. അമേൻ. ഞാൻ വിശ്വസ്തയോടെ നിന്നത്, ഞാൻ വിശ്വസ്തയോടെ നടന്നത്, കർത്താവെ, നിൻ തിരുമുമ്പിൽ കരയില്ലാതെ നിന്നത് ഒന്ന് ഓർക്കണമേ എന്ന് പറയാൻ നമുക്ക് പ്രാഗൽഭ്യം വേണം പ്രിയരെ. അങ്ങനെയെങ്കിൽ കർത്താവ്, നമുക്കറിയാം, അവിടെ ആ ദൂതൻ പിന്നെയും മടങ്ങി വന്ന് അവന്റെ ആയുസ്സിന്റെ 15 സംവത്സരം നീട്ടിക്കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, കർത്താവ് നമ്മളെ ഓർത്താൽ ദൈവം നമ്മളെ സഹായിക്കും, നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് വിടുതൽ തരും. ഹല്ലേലൂയ. ഇന്നത്തെ പ്രതിസന്ധി നമുക്കറിയാം. സിസ്റ്റർ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പലരും വളരെ പ്രയാസത്തിലൂടെ, വളരെ പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നു പോകുന്ന എന്റെ സഹോദരിയും അവരവിടെ ഉണ്ട്. ഒത്തിരി പേര് എന്നെ അറിയുന്നവരും ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ ബന്ധുമിത്രാദികളായിട്ട് അവിടെ ഉണ്ട്. അവർക്ക് എന്താ നാളെ സംഭവിക്കുന്നത് അറിയത്തില്ല. സൈറൻ ഇങ്ങനെ മുഴങ്ങുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ഭീതി ഉണ്ടാകാം, ഭയം ഉണ്ടാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ദൈവസ്ഥലിൽ വിശ്വസ്തയോടെ നിന്നത്, നമ്മുടെ സഹോദരങ്ങൾ മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ച് കർത്താവ് നാമത്തിന് വേണ്ടി ചെയ്തത്, കൊടുത്തത്, ഹല്ലേലൂയ, ദേവദാസന്മാരെ കരുതിയത്, താങ്ങിയത്, അതൊക്കെ ദൈവം ഒന്ന് ഓർക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഓർത്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം വിടിവിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കും. ഒരു ദോഷവും തട്ടാതെ വണ്ണം, പ്രിയദാസി പറഞ്ഞതുപോലെ ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം പരിപാലിക്കും, ദൈവം വിടിവിക്കും. ദൈവം ദൂതനെ ഇറക്കി നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ വിടിവിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും അവിടെ ആയിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവർക്കൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ആകുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ അവരവിടെ നിന്നപ്പോൾ ദേവദാസന്മാരെ സഹായിച്ചത്, ദേവദാസന്മാരെ കരുതിയത്, അമേൻ, ദേവദാസന്മാരെ കരുതി കൊടുത്തത്, അമേൻ, ആദരിച്ചത് ഒക്കെ ഒന്ന് ഓർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അങ്ങനെ ഓർത്ത് അവരെല്ലാം വിടിവിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിയർ 1
6 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ഫിലിപ്പിയരുള്ള ദൈവമക്കളെ ഓർക്കുമ്പോഴൊക്കെ സ്തോത്രം ചെയ്യാൻ ഇടയാക്കണം. എന്റെ പ്രിയരെ, നമ്മൾ ചിലരെയൊക്കെ ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നമ്മളെ സഹായിച്ചവരെ, നമ്മളെ കരുതിയവരെ, വാക്കുകൊണ്ട് താങ്ങിയവരെ, ഹല്ലേലൂയ. നമ്മുടെ പ്രയാസ ഘട്ടങ്ങളില്, നമ്മുടെ പ്രതികൂലത്തിന്റെ ഘട്ടങ്ങളില് നമ്മളെ ഓർത്തവരെ നമ്മൾ ഓർക്കുമ്പോൾ ഒന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ സുസിസ്റ്റുമായിട്ടൊന്നും വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ അല്പസമയം സംസാരിച്ചതും ഞാൻ പലപ്പോഴും ഓർക്കുമ്പോൾ കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യാറുണ്ട്. ഈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിനെ ഇത്രത്തോളം കൊണ്ടുപോകാൻ കർത്താവിന്റെ ദാസി കൃപ കൊടുക്കുന്നല്ലോ. ഞാൻ ഇടയ്ക്ക് സ്തോത്രം ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. അതുപോലെ പലരെയും ഞാൻ ഈ പ്രയർ ലൈനിൽ എന്നോടൊപ്പം ആയിരിക്കുന്ന പലരുണ്ട്, ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലരെയൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് സ്തോത്രം ചെയ്തു പോകും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസും അങ്ങനെ തന്നെയാ പറയുന്നത്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ സ്തോത്രം ചെയ്യും. നമുക്ക് എപ്പോഴും ഒന്നും എല്ലാവർക്കും വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ദീർഘസമയങ്ങളിൽ ഇരുന്ന് അറിയാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ ചിലരെയൊക്കെ ഓർക്കുമ്പോൾ ഒരു സ്തോത്രം വന്നാൽ മതി, അവരെ ദൈവം അത് അനുഗ്രഹമായി തീരും, അവർക്ക് ഒരു അനുഗ്രഹമായി തീരും. ആ അനുഗ്രഹം നമ്മുടെ മേലും വരും. ഹല്ലേലൂയ. നമ്മളെ ഓർത്ത് അനുഗ്രഹിക്കുന്നവരായിരിക്കണം, നമ്മൾ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ നമ്മൾ മറന്നു പോകാത്തവരായിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ 112-ാം സങ്കീർത്തനത്തില് എന്റെ സമയങ്ങൾ മുമ്പോട്ട് പോകുന്നല്ലോ. 112-ാം സങ്കീർത്തനത്തില് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 112-ാം സങ്കീർത്തനം 6-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ആമേൻ, ആമേൻ. അവൻ ഒരു നാളും കുലുങ്ങി പോകത്തില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ഹല്ലേലൂയ. ദൈവം ഒരു നീതിമാന്റെ ഹൃദയത്തിൽ അവൻ ഒരിക്കലും കുലുങ്ങി പോകത്തില്ല. അവനെന്നും അത് ഓർമ്മയിലിരിക്കും. ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ഒരു യഹോവഭക്തനായ ഒരുവനെ ഒരിക്കലും കുലുങ്ങി പോകത്തില്ല. ദൈവം അവനെ എന്നും ഓർക്കും. അവന്റെ ദൈവത്തിന്റെ ഓർമ്മയിൽ അവൻ എന്നും ഉണ്ടായി. ഒരു നീതിമാൻ എപ്പോഴും കർത്താവിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. കർത്താവ് ഒരിക്കലും ഒരു നീതിമാനെ കൈവിടത്തില്ല. ഒരാളെ പോലും കർത്താവ് കൈവിട്ടതായിട്ട് നമുക്ക് കാണുന്നു. ഒരു നീതിയായി പ്രവർത്തിക്കുന്നവരെ, നീതി ചെയ്യുന്നവരെ ഒരിക്കലും കർത്താവ് കൈവിട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുപോലെ യെശയ്യാവിന്റെ പുസ്തകത്തില് യെശയ്യാവ് 49-15 ഒന്ന് വായിക്കാമോ? യെശയ്യാവ് 45 ഞാൻ നിന്നെ പുതിയതും മുറിച്ചുള്ളതും പല്ലേരിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപ്പോലാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചുകൊണ്ടുപോകും. സ്തോത്രം. അതിന്റെ 4-ാം വാക്യത്തിൽ അത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എന്റെ ഇതില് പറഞ്ഞ ഒരു നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന അതിന്റെ 3-ാം വാക്യം, നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറുപടിയിലെ ഗുപ്തനീതികളും തരും. എന്റെ ദാസനായ യാക്കോബും എന്റെ യുദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തിനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. പ്രിയരെ, നമ്മൾ അറിയാതിരിക്കെ നമ്മുടെ അരമുറുക്കിയ ഒരു ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവം, നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം, നമ്മൾ അമ്മയുടെ ഉരുവാകുന്നതിന് മുന്നമേ നമ്മളൊരു കണ്ട ദൈവം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ആ കുറിവാക്യത്തിലേക്ക് പിന്നെയും മടങ്ങി വരാം. ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം ആരെയും രചിപ്പിക്കാത്ത ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഗ്രോം ഗ്രഹത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവൻ യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളുടെ മക്കളെയും തന്നെ. പ്രിയരെ, നമുക്കും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. യഹോവ നമ്മളെ ഓർക്കുവാൻ, യഹോവ നമ്മളെ ഓർത്ത് ആദരിക്കുവാൻ, ചില ഓർമ്മയുടെ പുസ്തകത്തിൽ നമ്മുടെ ചില നല്ല കാര്യങ്ങൾ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ അവരെ ഒന്നും അറിയണ്ട. എന്റെ മാതാവ് ഒരു വിദ്യാഭ്യാസമൊന്നുമില്ല, ഒത്തിരി വിദ്യാഭ്യാസമൊന്നുമുള്ള മാതാവല്ലായിരുന്നു. എന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ ചെറിയ പ്രായത്തിൽ ആ മാതാവ് ഒരു 5 മണി 4 മണിയൊക്കെ ആ സമയങ്ങളിൽ ഇരുന്ന് ദേശത്തിന് വേണ്ടി,
രാജ്യത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ അത് ഓർത്ത് ആ തലമുറകളാണ് ഞങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമുക്കും ഈ ദിവസങ്ങളിൽ ആ മാതാപിതാക്കളെ കാണിച്ചു വെച്ച നല്ല മാതൃക നമുക്കും പിന്തുടരാം. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഓരോരുത്തരെയും ഓർക്കുമ്പോൾ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളൊക്കെ കൃപ ചെയ്യട്ടെ. ഓരോ ദിവസവും ദൈവം നമ്മളെ അതിനായിട്ട് ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അവരുടെ ഓർമ്മയുടെ പുസ്തകത്തിൽ, അവരുടെ സ്മരണ പുസ്തകത്തിൽ നമുക്ക് ചിലത് ഒരു പേജ് പോലും അത് ബ്ലാങ്ക് ആയി കിടക്കാതെ, ഒരു പേജ് പോലും അത് ഒന്നുമില്ലാതിരിക്കാൻ ഇടവരുത്താതെ ഓരോ ദിവസവും നമുക്ക് പ്രവർത്തിക്കാൻ കടന്നു പോകാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ കടന്നു പോകാൻ കൂട്ടായ്മ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചിലത് ചെയ്യാൻ കഴിയും. ഒരാളെ വിളിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ചിലരെ വാക്കുകൾ കൊണ്ട് താങ്ങാൻ നമുക്ക് കഴിയും. ആരെ മുറിവേൽപ്പിക്കുന്നവരായി തീരരുത്. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ആരെ മുറിവേൽപ്പിക്കുന്നതായി ആ സ്മരണ പുസ്തകത്തിൽ ആ മുറിവ് വരാതെ ചിലരെ ഓർക്കുവാൻ, ചിലരെ അനുഗ്രഹിക്കുവാൻ ആ സ്മരണ പുസ്തകം കർത്താവ് തുറക്കുമ്പോൾ ചില നല്ല നല്ല പ്രവൃത്തികൾ കണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രമാത്രം ഈ മെസ്സേജ് പ്രയോജനപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുക. എത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു, എത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു. പ്രിയ അവസരം തന്ന പ്രിയ സുസെറ്റ്സിനോട് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി മാനിക്കട്ടെ. എന്റെ മെസ്സേജിന്റെ സ്പീഡിലായി പോയി, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ മെസ്സേജ് ഈ മീറ്റിംഗ് കയറിയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടായി തോന്നിയത്, ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി കാമായിട്ട് പോകുന്ന ഒരു മീറ്റിംഗ്. ചില മീറ്റിങ്ങുകളൊക്കെ കയറിയാൽ നമുക്ക് ഭയങ്കര റഷാണ്. മീൻസ് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, മെസ്സേജ് പറയാൻ സമയമില്ല, ഒരു അനുഭവം ഷെയർ ചെയ്യാൻ സമയമില്ല. എല്ലാം ഇങ്ങനെ വേഗത്തിൽ പോകുന്ന ഒരു അവസ്ഥ. എന്നാൽ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ കയറിയോളം തോന്നുന്നു, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് ഒത്തിരി കാമായിട്ട്, ഒത്തിരി കൂളായിട്ട് എന്നാ പറയട്ടെ, ഈ മീറ്റിങ്ങിനെ കണ്ടക്ട് ചെയ്ത് ക്ഷമയോടെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി എന്നാ പറയുക ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാല് ഈ മെസ്സേജിന് ഒക്കെ കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഞാൻ പക്ഷേ ഇച്ചിരി സ്പീഡായി പോയി, എന്നോട് ക്ഷമിക്കണേ. എനിക്കിങ്ങനെ സ്പീഡിൽ പറയാനേ അറിയത്തില്ല. ഞാൻ ഓർത്ത് മെസ്സേജ് കയറുമ്പോൾ ഇച്ചിരി സ്ലോലി പോകണമെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ സമയം ആയി പോയി. സമയം ഉണ്ട്, എനിക്കറിയാം. ഇച്ചിരി 10 മിനിറ്റ് എനിക്ക് മുമ്പോട്ട് എടുത്താലും സിസ്റ്റർ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു ശൈലി ഇങ്ങനെ ആയിപ്പോയി, ഒരു സ്പീഡായി പോയി. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് എത്രമാത്രം ഈ മെസ്സേജ് ഗ്രഹിക്കാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. വിശേഷാൽ കുഞ്ഞുങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. മോന്റെ ബോർഡ് എക്സാം നടക്കുന്നു. മോളുടെ ജെറീന, രണ്ടാമത്തെ മോൾ ജെറീന നാടോടെ പേര്. അവളുടെ ഫൈനൽ എക്സാം ആണ്. MBBSന്റെ ജൂൺ തുടങ്ങും. അവളെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുക. എന്തെല്ലാം കർത്താവ് തന്നാലും ആ ദൈവനാമത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ, ഞങ്ങളുടെ ഒരു പുകഴ്ചയ്ക്കോ ഞങ്ങളുടെ ഒരു മാനത്തിനോ ഞങ്ങളുടെ ഒരു ഉയർച്ചയ്ക്കോ ഒന്നും കാരണമായി തീരാതെ ആമേൻ കർത്താവിന്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ ഞങ്ങളുടെ കുടുംബമായി തീരേണ്ടതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശിശാൽ സുസിനോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.